ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആത്മീയത നിസ്സാരമായിട്ട് തോന്നാം. അത് നീ സാരമായിട്ട് കാണാത്തതുകൊണ്ടാണ്. ഒരു മിഠായി അതിൻ്റെ സ്വാദ് അറിയണമെങ്കിൽ അതിൻ്റെ തിളക്കമാർന്ന പൊതി അഴിച്ച് അതിനെ രുചിക്കണം. തിളക്കമാർന്ന ആ പൊതിയിലാണ് നമ്മൾ ആകൃഷ്ടരാകുന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ കളി മാത്രമാണ്. അതുപോലെ ആത്മീയതയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ആത്മീയത എന്താണ് എന്നറിയാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആ സത്ത എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മിഠായിയുടെ പൊതി കണ്ട് അതിൻ്റെ പുറകെ പോയാൽ ആ പുറമേക്കുള്ള ആത്മീയതയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ ആ ആത്മീയതയുടെ അനുഭവം നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ തിളക്കമാർന്നതിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരും. അതിൽ മനസ്സ് ഭ്രമിച്ചു പോകും. അപ്പോൾ അവനവനെ തിരിച്ചറിയാൻ, അവനവൻ്റെ ഉള്ളിൽ സാരമായിട്ട് ഉള്ള ആ സത്തയെ തിരിച്ചറിയാം. എല്ലാത്തിനെയും സാരമായിട്ട് കാണാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ സത്തയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ അഹത്തെ പൊളിച്ച് മാറ്റി ഉള്ളിലെ സത്തയെ തിരിച്ചറിയുമ്പോൾ ആ അനുഭവം, ആ ആത്മീയതയുടെ ആ മധുരം, ആ പ്രണയം നമുക്ക് നുകരാൻ സാധിക്കും. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇലവിഴ പൂഞ്ചിറയിലെ ഗുരുധാമത്തിലെ സ്വാമി മുക്താനന്ദ യതി ജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ. 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 സ്വാമിജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം ഒന്നറിയാൻ താല്പര്യമുണ്ട്. എല്ലാ കുട്ടികളുടെയും ബാല്യം പോലെ തന്നെ എൻ്റെയും ബാല്യം വളരെ ഉല്ലാസപ്രദമായിരുന്നു. കളികളും തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കുറവ് എനിക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ വളരെ നിഷ്ഠയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനായിട്ട് അനുവദിക്കില്ല. ഇപ്പോൾ കൂടുതലും പല കൂട്ടുകാരും കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഏകാന്തമായി ഒരു ജലാശയത്തിനടുത്തോ ഒക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ ഇരിക്കുന്നത് ഒരു ആനന്ദമാണ്, സുഖമായിട്ട് വന്നു. കാലക്രമത്തിൽ ഈ ഏകാന്തത വളരെ സുഖമുള്ളതായിട്ട് തീർന്നു. ഒരു ടീനേജിലൊക്കെ എത്തുന്ന പ്രായമായപ്പോൾ എങ്ങനെയോ ഒരു ആന്തരിക പ്രശ്നം, എന്ന് വെച്ചാൽ ഇന്നർ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഉണ്ടായി. ഞാൻ വീട് വിട്ട് പോയി, ആരോടും പറയാതെ പലയിടങ്ങളിലും ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കും. ആദ്യമൊക്കെ അച്ഛൻ ആരെങ്കിലുമൊക്കെ കൂട്ടി വന്ന് എന്നെ തിരിച്ചു കൊണ്ടുപോകും. വീണ്ടും ഞാൻ പോകും വീട് വിട്ട്. കാലക്രമത്തിൽ എനിക്ക് വീട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കുറേയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ അച്ഛനും അമ്മയും എന്നെ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം എനിക്ക് എവിടെയും സഞ്ചരിക്കാം. പക്ഷേ എൻ്റെ സഞ്ചാരത്തിനിടയിൽ എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. അവർ ഗുരു നിത്യചൈതന്യയതിയുടെ പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ അഭിരുചിയുള്ളവരായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു, നാരായണ ഗുരുകുലം, എങ്ങണ്ടിയൂർ എന്ന ഒരു സ്ഥലത്ത്, തൃശ്ശൂർ ജില്ലയിൽ. ഈ ഗുരുകുലത്തിൽ ഞങ്ങളൊരു 10-16 വയസ്സ് മുതൽ സംഗമിക്കും.
ഈ സുഹൃത്തുക്കൾ, സമാന പ്രായമുള്ള കുട്ടികളെല്ലാവരും. എന്നിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിന്തിക്കും. അത് ആഴത്തിൽ ചിന്തിക്കുകയും ഈ കാണപ്പെടുന്ന ലോകത്തെക്കുറിച്ചും പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടാകും, ഗ്രന്ഥങ്ങൾ വായിക്കും. പിന്നീടാണ് ഗുരു നിത്യചൈതന്യതയെ നേരിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തീവ്രമായൊരു അഭിലാഷം ഇവിടെ നിന്ന് വന്നു, എനിക്ക് ഗുരുവിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. ആ ആഗ്രഹം കുറേ നാൾ വീണ്ടും കൊണ്ടുപോയി. ഒരു പ്രാവശ്യം ഗുരുവിനെ കാണാൻ പോയി, വർക്കലയിൽ ഗുരുകുലത്തിലെ ഗുരുവിനെ കാണാൻ പോയെങ്കിലും അവിടുത്തെ ഗുരുവും ശിഷ്യന്മാരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ എനിക്ക് എന്നെ സ്വയം തുറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്നിൽ നിന്ന് തന്നെ വരുന്നില്ല. ഞാൻ ഗുരുവിൻ്റെ അടുത്തിരുന്നെങ്കിലും ഗുരു എന്നെ ശ്രദ്ധിക്കുകയോ കൂടുതൽ സ്വീകരിക്കുകയോ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒരു അന്യവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെയാണല്ലോ ഈ കൂട്ടത്തിൽ. കുറേ നേരം ഞാൻ ഗുരുകുലത്തിൽ നിന്നെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു ഞാൻ. അപ്പോൾ എല്ലാ ശിഷ്യന്മാരുടെ അടുത്ത് സംസാരിച്ചിരുന്ന ഗുരു എൻ്റെ അടുത്തേക്ക് വന്ന് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തു നിന്നാണ്, തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരിൽ നിന്നാണ്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ട് തിരിച്ചു വരൂ, ആശ്രമത്തിൽ തന്നെ ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ പോയെങ്കിലും അവിടെ ചെന്നപ്പോഴും എനിക്ക് ആരോട് ചോദിക്കണം ഭക്ഷണം, ആരാണ്, എങ്ങനെയാണ്. എനിക്ക് ഒരു സ്ട്രേഞ്ച് സിറ്റുവേഷനാണ് തോന്നിയത്. ഒരു ഗുരുകുലം എന്നൊക്കെ പറയുമ്പോൾ, ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ സാധാരണ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ സമൂഹവുമായിട്ടും ഒക്കെ പെരുമാറുമ്പോൾ ഇവിടെ വിചിത്രമായ മനുഷ്യരെ പോലെ തോന്നി എനിക്കെല്ലാവരും. അങ്ങനെ ഞാൻ നടന്ന് ശിവഗിരി മഠത്തിൽ വന്നു. അവിടെ സമാധി മന്ദിരത്തിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ്, തനിച്ച് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ സ്യൂട്ടബിൾ ആയിരിക്കില്ല എന്ന്. ഞാൻ തിരിച്ച് ഒരു ഗുരുവായൂർക്ക് ബസ് കിടക്കുന്നുണ്ട്, അതിൽ കയറി പോയി. അങ്ങനെയാണ് ആദ്യം ഗുരുവിനെ കാണാൻ പോയത്. പക്ഷേ കാലക്രമത്തിൽ വീണ്ടും ഈ ഗുരു വേണമെന്നും ഗുരുവിനെ അടുത്ത് ജീവിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹം തീവ്രമാവുകയും പിന്നെ ഗുരുകുലത്തിലെ മറ്റ് ആളുകൾ, മിത്രങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും ഗുരുവിനെ എങ്ങനെ സമീപിക്കണമെന്നും എങ്ങനെ ഗുരുവിനെ കാണണമെന്നും ഗുരുവിനോട് എൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ കാലക്രമത്തിൽ ഒരു 19-20 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്രപ്രവർത്തനം പഠിക്കാനായിട്ട് എറണാകുളം ജില്ലയിലേക്ക് വന്നു. പഠനം കഴിഞ്ഞതിന് ശേഷം ഗുരുകുലത്തിൽ പോയി. നാരായണ ഗുരുകുലത്തിൻ്റെ കൺവെൻഷൻ ഡിസംബർ മാസത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഞാൻ പത്രത്തിൻ്റെ ആളാണെന്നൊക്കെ അറിഞ്ഞ് ഗുരു എന്നെ ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിൽ 7 ദിവസത്തെ ഗുരുകുല കൺവെൻഷൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്തു. എങ്കിലും പൂർണ്ണമായിട്ട് എനിക്ക് പിന്നെ പത്രപ്രവർത്തനവും ചെയ്യാൻ കഴിഞ്ഞില്ല മാനസികമായിട്ട്. അങ്ങനെ അവസാനം ഞാൻ അതും ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഗുരു നിത്യചൈതന്യതയോട് പറഞ്ഞു, എനിക്ക് ഗുരുകുലത്തിൽ പൂർണ്ണമായിട്ട് ജീവിക്കണമെന്ന്. പക്ഷെ ഗുരു അത് സമ്മതിച്ചു തന്നില്ല. ഗുരു പറഞ്ഞത്, സുധി എൻ്റെ പേര് പൂർവാശ്രമത്തിൽ സുധി എന്നാണ്. സുധി എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുവിൻ്റെ പുസ്തകങ്ങളൊക്കെ പഠിക്കണം, ഗവേഷണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്, ഗവേഷണം ചെയ്യണമല്ലോ, അപ്പോൾ ഗുരു ഇഷ്ടപ്പെടുമെന്നൊക്കെ ഞാൻ ധരിച്ചു. പക്ഷെ ഗുരു ചോദിച്ചു, എൻ്റെ ഏത് പുസ്തകങ്ങളാണ് വായിച്ച് പഠിച്ചിട്ടുള്ളതെന്ന്. ഞാൻ അന്ന് ഗുരുവിൻ്റെ സാഹിത്യഭംഗിയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ കിന്നാരം പറയുന്നവർ പോലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടൊക്കെ, അതുമാത്രമല്ല പലതും വായിച്ചിട്ടുണ്ടെങ്കിലും ഗുരു ചോദിക്കുന്ന സമയത്തൊരു സംഭ്രമം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ ചെറിയ പുസ്തകങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗുരു അത് പറഞ്ഞു, ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ
വെറുതെ എഴുതി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതാണ്. ഇത് ഒന്നും ഗവേഷണം ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഇതിലൊന്നും. എന്നെ തിരിച്ചയക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുകുലത്തിൽ താമസിക്കണം, ജീവിക്കണം, ഗുരുവിൻ്റെ കൂടെ ജീവിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ കൂടെ ആവശ്യത്തിന് ശിഷ്യന്മാർ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വർക്കലയിൽ വേറൊരു സ്വാമിയുണ്ട്, ഗുരു മുനിനാരായണ പ്രസാദ്. ഗുരു പിന്നീടാവുന്നതാണ്, അന്ന് മുനിനാരായണ പ്രസാദ് സ്വാമിയാണ്. സ്വാമിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാലം ജീവിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നീട് ഞാൻ എൻ്റെ അടുത്ത് ഒഴിവുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മുനിനാരായണ പ്രസാദ് സ്വാമിജിയുടെ അടുത്ത് പോയി. സ്വാമിജിയുടെ അടുത്ത് ചെന്നപ്പോഴും എനിക്ക് സ്വാമിജിയെ സ്വീകാര്യമായിരുന്നില്ല മാനസികമായിട്ട്. ഞാൻ ഗുരു നിത്യചൈതന്യതയാണ് ഗുരുവായിട്ട് വരിച്ചിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സംഘർഷങ്ങൾ, അന്തസംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ധാരാളം. ഈ അന്തസംഘർഷങ്ങളൊക്കെ കാരണം ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിച്ചു. എവിടെയെങ്കിലും ഗുരുകുലത്തിന് പല ബ്രാഞ്ചുകളുണ്ട്, അവിടെ പോയിട്ട് തനിച്ച് താമസിക്കാൻ ആഗ്രഹിച്ച് കുറേ കാലം തൃപ്പൂണിത്തുറയിലൊരു ഗുരുകുലമുണ്ട്, അവിടെ ഏകാന്തത്തിൽ പോയിട്ടിരിക്കും, ഇങ്ങനെ വിച്ഛിന്നമായിട്ടുള്ള കാര്യം. അവിടെ വെച്ചാണ് എനിക്ക് കൂടുതലും ഈ ആഴത്തിലുള്ള പഠനമൊക്കെ നടത്താൻ പറ്റും. ഉപനിഷത്തുകളും ഇതൊക്കെ ഞാൻ വായിക്കുകയും എങ്ങനെയാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്. അപ്പം അതിനിടയിൽ ഗുരു നിത്യചൈതന്യതയ്ക്ക് ഞാൻ കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകളുടെ സ്വഭാവം മാറുന്നുണ്ടായിരുന്നു കാലക്രമത്തിൽ. കൂടുതൽ എൻ്റെ വാക്കുകളിൽ സമർപ്പണവും ഒരു പ്രണയമധുരമായ പദങ്ങളൊക്കെ അതിൽ വരുന്നത് ഗുരു കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ഗുരു എന്നെ ഒരിക്കൽ വിളിച്ചു, കത്തിൽ എഴുതിയിട്ട് വിളിച്ചു, ശ്രുതിക്ക് എപ്പോൾ വേണമെങ്കിലും ഊട്ടി ഗുരുകുലത്തിൽ വരാം എന്ന് അനുവാദം തന്ന് ഞാൻ പിന്നീട് ഊട്ടി ഗുരുകുലത്തിലേക്ക്, ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഒരർത്ഥത്തിൽ ജീവിതത്തിനെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ സാമീപ്യത്തിൽ ഉള്ള ഒരു മാറ്റം, പുസ്തകമല്ല ഒരു ഗുരുവെന്നും പുസ്തകത്തിന് അതീതമായിട്ട് ഒരു ശാന്തിയുടെ സാമീപ്യമാണ് ഗുരുവെന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഗുരുവിൻ്റെ സവിധത്തിലിരിക്കുക, അതുമാത്രമായിരുന്നു എൻ്റെയൊക്കെ ആനന്ദമായിരുന്നത്. അതിലൂടെ കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഒരു അനുഭവത്തിൻ്റെ തീവ്രമായ തലം, അത് പിന്നീട് ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷവും ആർക്കെങ്കിലും പങ്കുവെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ചെറിയ ഒരു ആശ്രമവാടി പോലെ ഒന്ന് ഉണ്ടാക്കി അതിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഇത് പങ്കുവെച്ചു കൊടുത്തത്. ഗുരു ആണ് നമ്മുടെ കേന്ദ്രം. ഗുരുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാം. ഗുരു എന്ന് പറയുന്നത് വ്യക്തിയല്ല, പിന്നീട് ഗുരു വ്യക്തിയും കൂടിയാണെന്നാൽ ഒരേ സമയം വ്യക്തിയും വ്യക്തതയും ചേർന്നിട്ടുള്ളതാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. അത് ആ വ്യക്തത നമ്മുടെ അകത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി ജീവിതത്തിൻ്റെ ഒരു അർത്ഥമായിട്ട് മനസ്സിലാക്കുന്നത്. അത് ആണ് പിന്നീട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പുറത്തൊരു ഗുരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആവശ്യമാണ്. ആ ആവശ്യം ചിലപ്പോൾ അകത്ത ഗുരുവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്തുമ്പോൾ നമുക്ക് അകത്തെ ആ വെളിച്ചം കണ്ട് അതിൽ ആനന്ദിക്കാം. ഇത് ഒരു ശിക്ഷണം എന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നു. പല ആളുകളും അന്വേഷികളായിട്ട് വരുമ്പോൾ അവരോട് ഞാൻ അനുഭൂതിയുള്ള ആളെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത്. ഞാൻ മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്കുകൾ അവർക്ക് പകർന്നു കൊടുക്കും. അത് എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ അങ്ങനെയാണ് ഇലവിഴ പൂഞ്ചിറയിലും ഇങ്ങനൊരു ആശ്രമം തുടങ്ങാൻ പ്രേരണയായത്. ഇനി ഇതിനിടയിൽ കുറേ വിട്ടുപോയിട്ടുണ്ടാകാം കാര്യങ്ങൾ, എല്ലാതും ഇല്ല, ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമിജി, ഗുരു നിത്യചൈതന്യതയുടെ ഗുരു എന്ന് പറയുന്ന നടരാജ ഗുരുവാണല്ലോ. അപ്പം നടരാജ ഗുരുവിൽ നിന്നും നിത്യചൈതന്യ അദ്ദേഹം എങ്ങനെയാണ് വ്യത്യസ്തനാവുന്നത്? ഗുരു നിത്യചൈതന്യതയുടെ സമീപത്ത് ജീവിച്ച അനുഭവമാണ് എനിക്കുള്ളൂ. നടരാജ ഗുരുവിനെ സംബന്ധിച്ച എൻ്റെ അറിവ് വായനയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നടരാജ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള മുനിനാരായണ പ്രസാദ് സ്വാമിജി, ഗുരു നിത്യചൈതന്യതി, സ്വാമി വിനയ ചൈതന്യ, ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
നടരാജഗുരുവിൻ്റെ എല്ലാ കൃതികളും വാക്കുകളും വായിക്കുകയും നടരാജഗുരുവിനെ നല്ലവണ്ണം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നടരാജഗുരുവിൻ്റെ വ്യക്തിത്വം ആ തത്വത്തിൽ അവരൊന്നു തന്നെയാണെങ്കിലും, നടരാജഗുരുവും ഗുരു നിത്യചൈതന്യയും തത്വത്തിൽ ഒന്നാണെങ്കിലും വ്യക്തിത്വത്തിൽ രണ്ടാണ്. തത്വത്തിൽ ഒന്നായിരിക്കുകയും വ്യക്തിത്വത്തിൽ രണ്ടായിരിക്കുകയും ചെയ്യും. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എല്ലാ ഗുരുക്കന്മാർക്കും വ്യത്യസ്തമാണ്. പക്ഷെ തത്വത്തിൽ അവരുടെ ബോധം ഒന്നിൽ തന്നെയാണ്. ആ വ്യക്തിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാരബ്ധമാണ്. രണ്ടുപേരുടെയും പ്രാരബ്ധമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അവരുടെ ഉപബോധ മനസ്സും അബോധ മനസ്സും ബോധ മനസ്സും ഒക്കെ ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതൊരു ഉപാധിയുടെ വ്യത്യാസമാണ്. എന്നുവെച്ചാൽ ശരീരം ഒരു ഉപാധിയാണ്, മനസ്സൊരു ഉപാധിയാണ്. ഈ രണ്ട് ഉപാധിയിലൂടെയും ആ അകത്തെ വെളിച്ചം പുറത്തേക്ക് വരുന്നതാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നടരാജഗുരു കർക്കശനായ ഒരു ഗുരുവായിരുന്നു, കർക്കശക്കാരനായ ഒരു ഗുരുവാണ്. ഗുരു നിത്യ വളരെ മൃദുവായൊരു ഗുരുവാണ്. വാക്കുകളും അങ്ങനെ തന്നെയാണ്. നടരാജഗുരുവിൻ്റെ വാക്കുകൾക്ക് വളരെ ഘനഗാംഭീര്യമുണ്ട്. ഗുരു നിത്യചൈതന്യത്തെ സംസാരിക്കുമ്പോൾ പളുങ്കുമണികൾ വീഴുന്ന പോലെയാണ്. വളരെ സോഫ്റ്റായിരിക്കും. വളരെ കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരു ശിഷ്യൻ്റെ ശ്രദ്ധ ഉണർത്താനായിട്ട് ഗുരുവിനെ കേൾക്കണമെങ്കിൽ ഗുരുവിൻ്റെ മൃദു വചനങ്ങൾ അത് ശ്രദ്ധയോടെ ഇരിക്കണം. സാഹിത്യ താല്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഗുരു ജനിച്ചത്. അതുകൊണ്ടായിരിക്കണം ഗുരു നിത്യചൈതന്യത ജനിച്ചത്. അതുകൊണ്ട് ഗുരു സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. കവിതകൾ എഴുതാറുണ്ട്. സംഗീതം ഗുരുവിന് വളരെ ഇഷ്ടമായിരുന്നു. ഗുരു നിത്യചൈതന്യതയ്ക്ക് ഗുരു നിത്യചൈതന്യത വീണ വായിക്കുമായിരുന്നു. സ്വന്തമായി വീണ ഉണ്ടായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. ഊട്ടി ഗുരുകുലത്തിൽ ഒരു ആർട്ട് റൂം തന്നെയുണ്ട് ഗുരുവിന് വേണ്ടിയിട്ട്, ഒരു ചിത്രകലയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ കാണാത്ത അത്ര വിശദമായ രീതിയിൽ നിരവധി വർണ്ണങ്ങൾ, കളറുകളൊക്കെ പാശ്ചാത്യരായിട്ടുള്ള ഗുരുവിൻ്റെ ശിഷ്യന്മാർ കൊണ്ടുകൊടുക്കുമായിരുന്നു. അവിടെ ഇരുന്ന് പാശ്ചാത്യരായിട്ടുള്ള പല ചിത്രകാരന്മാരുടെയും ചിത്രങ്ങൾ, റംബ്രാൻഡിൻ്റെ ഒക്കെ പോലുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഒക്കെ ഗുരു അറിയാമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർണ്ണങ്ങളെക്കുറിച്ചുള്ള മനഃശാസ്ത്രം ഗുരുവിന് അറിയാമായിരുന്നു. ഒരു കളർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അത് നടരാജഗുരുവിനും അതിൽ അറിവുണ്ടായിരുന്നു അല്ലേ ആ മേഖലയിൽ. നടരാജഗുരുവിന് തത്വചിന്തയ്ക്ക് ഉപരിയായിട്ട് മിസ്റ്റിസിസം എന്ന് പറയുന്ന മേഖലയിൽ, മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഇവിടുത്തെ തന്ത്രശാസ്ത്രം, സൗന്ദര്യലഹരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് നടരാജഗുരു. അതിന് വേദാന്ത വ്യാഖ്യാനമാണ് നൽകുന്നത്. വാസ്തവത്തിൽ ഇന്ന് നമ്മളുടെ ഇവിടെ സൗന്ദര്യലഹരി പോലുള്ള ഗ്രന്ഥം എടുക്കുമ്പോൾ അത് തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുക. അത് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളതാണ്. ശങ്കരാചാര്യർ ഒരു അദ്വൈതിയാണ്. അദ്വൈതിയായ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എഴുതുമ്പോൾ അതിന് ഒരു അദ്വൈത വ്യാഖ്യാനം കൂടി ഉണ്ട് എന്ന് നടരാജഗുരുവിനറിയാമായിരുന്നു. അപ്പോൾ നടരാജഗുരു സമ്പൂർണ്ണമായിട്ട് നാരായണഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു, 100% ശിഷ്യനായിരുന്നു. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്ന സമയത്തൊക്കെ നടരാജഗുരുവിൻ്റെ കണ്ഠമിടറുമായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും നടരാജഗുരുവിനോട്, അങ്ങയുടെ കണ്ഠമിടറുന്നത് എന്താണ് ഈ ഗുരുദേവൻ്റെ വാക്കുകൾ പറയുന്ന നേരത്ത് എന്ന് ചോദിക്കുമ്പോൾ നടരാജഗുരു പറയും, അത് തനി തങ്കമാണെന്ന്. ആ വാക്കുകൾ തനി തങ്കമാണത് എന്ന് പറയും. അത് അത്രമാത്രം നാരായണ ഗുരുവിൽ സമർപ്പിതനായിരുന്നു നടരാജഗുരു. നടരാജഗുരുവിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിതനായിരുന്നു ഗുരു നിത്യചൈതന്യതി. 25 വർഷം ഗുരു നിത്യചൈതന്യതി നടരാജഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ഒരു ശിഷ്യന് 25 വർഷം ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കാൻ കഴിയാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നടരാജഗുരുവിനെ പോലുള്ള ഗുരുവിൻ്റെ അടുത്ത്. നടരാജഗുരു സെൻ ബുദ്ധിസ്റ്റുകളിലെ ഗുരുക്കന്മാരെ പോലെ ചിലപ്പോൾ നല്ല ശിക്ഷകളൊക്കെ കൊടുക്കും ശിഷ്യന്മാർക്ക്. ഗുരു നിത്യചൈതന്യതി ഒരിക്കൽ തല്ലിയിട്ടുണ്ട്. അങ്ങനെ ഗുരു നിത്യ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പോകുകയാണ്. പോകുന്ന സമയത്ത് നടരാജഗുരു ഓടിപ്പോയി
ഗുരു നിത്യയുടെ അടുത്ത് മുന്നിൽ ചെന്നിട്ട് പറയുന്നു, നീ പോകാൻ തന്നെ തീരുമാനിച്ചു നിത്യ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എങ്കിൽ ഈ പറയുന്നത് കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എവിടെ പോയാലും ഈ ലോകം ആലാപമാണ്. ആലാപം എന്ന വാക്ക് നാരായണഗുരു ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് ശബ്ദജാലമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് ആചാര്യസ്വാമികൾ പറയും. അതിൻ്റെ തത്തുല്യമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയിലുള്ളതാണ്. എല്ലാം ആലാപം, ശബ്ദമാണെന്ന്, ആലാപമാണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ടും നീ പോകാൻ തീരുമാനിച്ചോ? അപ്പോൾ പെട്ടെന്ന് ഗുരു നിത്യ പറഞ്ഞു, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എങ്കിൽ നടരാജ ഗുരു ടോൺ മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു സർക്കസ് കൂടാരം നടത്തുന്ന ഒരു സർക്കസുകാരനാണ്. എൻ്റെ കൂടാരത്തിലെ കടുവയാണ് നീ പറഞ്ഞു. ഒരു കടുവ കൂടാരത്തിൽ നിന്ന് ചാടിപ്പോകുമ്പോൾ അദ്ദേഹത്തെ ആ കടുവയെ പിടിച്ച് കൂടാരത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത് എൻ്റെ ധർമ്മമാണ്. അവർ സമൂഹത്തിൽ ചെന്ന വലിയ അപകടങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും ഗുരു പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ തരുന്ന ഈ ശിക്ഷ വാങ്ങിച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ കവളത്തൊരടി കൊടുത്തു. നല്ല ഗുരുനിത്യ പറയുന്നത്, എൻ്റെ ഒരു കവളത്തടിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ വചനമാണ് ഓർത്തത്. ഒരു കവളത്തടിക്കുമ്പോൾ മറ്റേ കവളും കാണിച്ചു കൊടുക്കുകയാണ്. മറ്റേ കവൾ കാണിച്ചു കൊടുത്തപ്പോൾ നടരാജ ഗുരു ആ പശ്ചാത്തലത്തോടെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നടരാജ ഗുരു അതിനേക്കാൾ ശക്തിയിൽ മറ്റേ കവളിലും അടിച്ചു എന്ന് പറയുന്നത്. ആ അടി കൊണ്ടിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ തരം വ്യക്തിത്വം ഒരിക്കൽ പോലും ഗുരുനിത്യതയിൽ കാണില്ല. ഗുരുനിത്യ വളരെ മൃദുവും വളരെ സോഫ്റ്റുമാണ്. നടരാജ ഗുരു ശക്തനായൊരു ഗുരുവാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുക, അവനെ ബോധവാനാക്കുക എന്നുള്ളതാണ് നടരാജ ഗുരുവിൻ്റെ ധർമ്മം. അതിൽ നടരാജ ഗുരു വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ജോൺ സ്പിയർ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ജോൺ സ്പിയർ 25 വർഷം, സ്കോട്ട്ലൻഡുകാരനായ ഒരു ശിഷ്യനാണ്. 25 വർഷം നടരാജ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗുരുനിത്യ അതുപോലെ തന്നെ. മംഗലാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇവരൊക്കെ വളരെ ഉയർന്ന ബോധ നിലവാരത്തിലേക്ക് വികസിപ്പിക്കാനായിട്ട് നടരാജ ഗുരുവിന് കഴിഞ്ഞു. എന്തെന്നാൽ ഗുരു എന്നത് ശിഷ്യനൊരു ജാഗ്രതയാണ്. ശിഷ്യൻ എവിടെ ജാഗ്രത വിടുന്നുവോ അപ്പോൾ ഗുരുവിൻ്റെ അടി വരും. ഏറ്റവും ചുരുങ്ങിയത് അഹന്തയ്ക്കെങ്കിലും വരും അടി. ആ അടികൾ ഗുരുവിൽ നിന്ന് കിട്ടാതിരിക്കാൻ ശിഷ്യന്മാർ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും. അങ്ങനെ ജാഗ്രതയെ വളർത്തിയെടുത്ത് വളർന്ന ശിഷ്യന്മാരാണ് ഗുരുനിത്യയും മംഗലാനന്ദ സ്വാമിയും മുനിനാരായണ പ്രസാദ് സ്വാമിയും ജോൺ സ്പിയറൊക്കെ. അതിൽ ഗുരു നിത്യചൈതന്യതി പിന്നീട് കാലക്രമത്തിൽ തൻ്റെ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. ഗുരുവിനുള്ള വായനക്കാർ ഇന്ന് വേറൊരു വായനക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് DC ഗുരുനിത്യയുടെ പുസ്തകങ്ങൾ ഇറക്കുമായിരുന്നു. അപ്പോൾ DC പറയുമായിരുന്നു, കേരളത്തിലെ ഏറ്റവും അധികം ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് നിത്യചൈതന്യയതിയുടേതാണെന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ അത്തരത്തിലൊരു വ്യക്തിത്വം കേരളത്തിലില്ല ഗുരു നിത്യചൈതന്യതിയെ പോലെ. അദ്ദേഹത്തിൻ്റെ യാത്രകൾ വളരെ മനോഹരമായ യാത്രാവിവരണങ്ങൾ എഴുതുമായിരുന്നു. ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട് യാത്രാവിവരണങ്ങളായിട്ട്. ആ യാത്രാവിവരണങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് സാഹിത്യത്തിനേക്കാൾ കൂടുതൽ അതിൽ മനുഷ്യബന്ധങ്ങളുടെ അഗാധമായിട്ടുള്ള തലങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപഴകുമ്പോൾ ഒരു സന്യാസിക്ക് അതീതമായ ഒരു വ്യക്തിത്വമായിട്ട്, മാനുഷികതയുള്ളൊരു വ്യക്തിത്വമായിട്ട്, കുട്ടികളോട് പെരുമാറുന്ന സമയത്തുള്ള സംസാരങ്ങൾ, കുട്ടികളെ തൻ്റെ തന്നെ തലത്തിൽ ഒപ്പത്തിനിരുത്തി ഒപ്പത്തിൽ ജീവിക്കുന്ന ഒരു ഗുരു. അങ്ങനെയൊക്കെ ഈ ഗുരുവിൻ്റെ യാത്രകളും യാത്രാവിവരണങ്ങളൊക്കെ വായിച്ചിട്ട് ആകൃഷ്ടരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ കേരളത്തിലുണ്ട്. സന്യാസിമാരായിട്ടില്ല അവരൊന്നും, പക്ഷെ സാഹിത്യത്തിൽ അവരുടെ സ്പർശം വളരെ കൂടുതലാണ്. ഗുരുവിനെ വായിച്ച സാഹിത്യകാരന്മാർ ധാരാളം പേരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നടരാജ ഗുരു കർക്കശനായൊരു ഗുരുവായിരുന്നു. ഗുരു നിത്യചൈതന്യൻ്റെ ഗുരുവായിരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സാഹിത്യകാരനും കവിയും ദാർശനികനൊക്കെയായിരുന്നു. ഒരുപാട് മാനങ്ങളുണ്ട് ഗുരു നിത്യചൈതന്യതി. സ്വാമിജി, അങ്ങ് പറഞ്ഞു ഗുരു നിത്യചൈതന്യതി വളരെ സോഫ്റ്റായിട്ട് മൃദുലമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു
ജീവചരിത്രം പോലെ ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പം വളരെ കർക്കശമായിട്ട് നിഷ്ഠകളിലൂടെ അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഒരു നിത്യചൈതന്യതയുടെ നിലപാടുകൾ എന്ന് പറയുന്ന വാക്ക് വളരെ അർത്ഥലോപം എന്നൊരു വാക്കാണ്. നിലപാടുകൾ ഗുരുവിന് അങ്ങനെ നിലപാടുകൾ ഗുരുവിനില്ല. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ആശയത്തെ മുറുകെ പിടിക്കുക എന്നതാണ് നിലപാട്. ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് ചലനാത്മകത ഉണ്ടായിരുന്നു, ഗതീയത ഉണ്ടായിരുന്നു. ഗുരു സാന്ദർഭികമായിട്ടാണ് പലതും പറയുന്നത്. എന്നാൽ താത്വികമായിട്ട് ഗുരുവിന് ഉറച്ച നിലയുണ്ടായിരുന്നു. അത് നിലപാടല്ല, നിലയായിരുന്നത്. നിലപാട് എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്. ഗുരു ചിലപ്പോൾ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യും. താൻ പറഞ്ഞത് തന്നെ ഖണ്ഡിക്കും. താൻ പറഞ്ഞത് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഖണ്ഡിക്കാം. അതൊരു ആത്മജ്ഞാനിയുടെ സ്വാതന്ത്ര്യമാണത്. താൻ പറഞ്ഞത് തന്നെ ഖണ്ഡിക്കാം. കാരണം ദേശകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ തിരുത്തേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ ഗുരു സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴൊക്കെ വളരെ ഉദാരനായൊരു വ്യക്തിയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു സന്യാസി എന്ന രീതിയിൽ ഇന്ന് സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ഗുരു സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശം, തുല്യമായ സ്ഥാനം ഒരേപോലെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ്. ഒരു പുരുഷന് ആത്മജ്ഞാനത്തിന് ഉള്ള സാധ്യത പോലെ തന്നെ സ്ത്രീക്കും ആത്മജ്ഞാനത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരേപോലെ ഗുരു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ശബരിമലയിലെ നിലപാടുകൾ പോലും ഗുരു ശബരിമലയ്ക്ക് സ്ത്രീകളോട് പോകണമെന്ന് പറഞ്ഞു. അത് വളരെയധികം കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചിന്തയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഗുരുവിൻ്റെ ഉള്ളിൽ അത് സമത്വത്തിൻ്റെ ഒരു ആശയമായിട്ടാണ് ഗുരു പറയുന്നത്. ഗുരുവിന് ഒരിക്കലും ശബരിമലയുടെ ശാന്തിയും സമാധാനവും ഖണ്ഡിക്കുക എന്നുള്ളതല്ല ഗുരുവിൻ്റെ ഉദ്ദേശം. ഒരു പുരുഷന് കൊടുക്കുന്ന അതേ സ്ഥാനം എപ്പോഴും സ്ത്രീക്കും കൊടുക്കണമെന്നാണ്. ഒരു സ്ത്രീയും ഒരിടത്തും അപമാനിക്കപ്പെടരുത്, അവഗണിക്കപ്പെടരുത് എന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു പലയിടത്തും പറയാറുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് പെൺകുട്ടികളായിട്ടുള്ളവരൊക്കെ വരും, സ്ത്രീകൾ വരുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾ വരും. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഗുരു പറയും, ഞാനൊരു പെൺകുട്ടിയെ കണ്ടാൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് 10 അടി നടക്കാൻ കഴിയുമെങ്കിൽ അത്രത്തോളം ഒരുമിച്ച് നടക്കും. അവൾക്ക് മനസ്സിലാകണം ഭയപ്പെടാനൊന്നുമില്ലെന്ന്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ കൂടെ, ഒരു സന്യാസിയുടെ കൂടെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ നടന്നതുകൊണ്ട് ഒന്നും തകർന്നു വീഴുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാകണം, ബോധ്യപ്പെടണം ഈ ലോകത്ത്. അതുകൊണ്ട് സ്ത്രീയുടെ ഉള്ളിലെ ഭയം കളയണം എല്ലാവരും. ഗുരു എല്ലായ്പ്പോഴും സ്ത്രീകളുടെ ഉള്ളിലെ ഭയം കളയുമായിരുന്നു. ഒരിക്കലും സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും ആദരവും കൊടുത്തിരുന്നൊരു വ്യക്തിയാണ്. അത് നിലപാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിൻ്റെ പ്രകൃതമാണ്. ഗുരു എപ്പോഴും കുട്ടികൾക്ക് ഒരുപോലെ സ്ഥാനം കൊടുക്കും. നമ്മളൊക്കെ സമൂഹത്തിലൊരു കുട്ടിക്ക് വേണ്ടത്ര സ്ഥാനം കൊടുക്കില്ല, എന്നാൽ ഗുരു കൊടുക്കും. മാത്രമല്ല ഗുരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാണ്. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ചൊക്കെ. പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ നല്ലത് എഴുതിയിട്ടുണ്ട്. അതിൽ റൂസോയുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നടരാജ ഗുരു അതിവിശദമായിട്ട് തന്നെ ഒരു തീസിസ് എഴുതിയിട്ടുണ്ട്. അതിൽ കുട്ടികളുടെ സഹജമായ വാസനകൾ പുറത്തു വരാൻ അത് കൊണ്ടുവരിക മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം. അല്ലാതെ പുതിയ ആശയങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടതോ നിക്ഷേപിക്കേണ്ടതായിട്ടില്ല. അകത്തുള്ളത് പുറത്തു വരുന്നതാണ് വിദ്യാഭ്യാസം, പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നതല്ല വിദ്യാഭ്യാസം എന്ന് ഗുരു പറയുമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ ഉദാരമാണ് ഗുരു. നിലപാടുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സന്യാസി എന്ന രീതിയിൽ ആധുനിക കേരളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഗുരു നിത്യചൈതന്യതയുടേത്. ഇന്നും നമുക്ക് അങ്ങനെയല്ല. ഇന്നും സന്യാസി കാവ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്തൊക്കെയോ ഈർഷ്യ പോലെയാണ്. മനുഷ്യൻ കാവ്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കളറാണത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഗുരുവും കാവ്യിട്ടിരുന്ന വ്യക്തിയായിരുന്നെങ്കിലും
ആ വ്യക്തിയെ ജനം സ്വീകരിച്ചിട്ടുള്ളത് വളരെ സ്വതന്ത്രനായ ഒരു വ്യക്തിയായിട്ടാണ്. പല മതങ്ങളെക്കുറിച്ചും ഗുരു പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്രമാത്രം മറ്റ് മതങ്ങളെക്കുറിച്ചിട്ട് പഠിച്ചെഴുതിയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഒന്നും തോന്നണില്ല. എനിക്ക് തോന്നുന്നു സെൻ ബുദ്ധിസം, താവോയിസം, കൺഫ്യൂഷനിസം, ഇസ്ലാം റിലീജിയനെ കുറിച്ചിട്ട് ഗുരു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു ഹൃദയാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. വേദാന്തത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിന് ബൃഹദ് വ്യാഖ്യാനം ഗുരു എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന ഒരു വ്യക്തിത്വം ആണ് ഗുരുവിൻ്റേത്. ഗുരുവിനെ നമുക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നിലപാടിൻ്റെ പേരിൽ ഒതുക്കാൻ പറ്റില്ല. പല നിലപാടുകളും ഒരേ സമയത്തെടുക്കും ഗുരു. അത് വലിയ സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്ര വാഞ്ചയുള്ളൊരു വ്യക്തിയാണ് ഗുരു. ഒരിക്കലും ഏതെങ്കിലും ഒരു പരിമിത ആശയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് ഗുരുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ചില സന്ദർഭത്തിൽ ഗുരു പെരുമാറാൻ നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതിന് വിപരീതമായിട്ട് പെരുമാറും. ചിലപ്പോൾ ദേഷ്യം വരാം എന്ന് തോന്നിക്കുന്ന സന്ദർഭങ്ങളിൽ കരുണയും സ്നേഹത്തോടുകൂടി പെരുമാറും. ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടാം. ദേഷ്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആന്തരിക വിക്ഷോഭത്തിൻ്റെ ഒരു പുറന്തള്ളലല്ല അത് നമ്മളിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ടൂളാണത്, ഒരു ദേഷ്യം എന്നൊക്കെ പറയുന്നത്. ഗുരുവിൻ്റെ മൗനം പോലും നമുക്ക് ചിലപ്പോൾ വളരെ പ്രയാസം ഉണ്ടാക്കും. വാസ്തവത്തിൽ ഗുരു ആ മൗനത്തെ നമ്മളുടെ ഒരു മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശിഷ്യന്മാർക്ക് അത് അടുത്തിരിക്കുമ്പോഴറിയുള്ളൂ ഗുരുവിൻ്റെ മൗനത്തിന് എന്താ അർത്ഥമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ മൗനം എന്താണ് എന്ന്, അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അത്രയും ജാഗ്രത നമ്മളുണ്ടാവുകയും ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ ഉണർവ് വേണമെന്നൊക്കെ ആഗ്രഹിക്കും നമ്മൾ. അങ്ങനെയാണ് ഗുരുസാമീപ്യത്തിലാണ് ഒരർത്ഥത്തിൽ മനുഷ്യന് പരിവർത്തനം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഗുരു നിത്യ ആധുനികതയുടെ ഒരു സാമീപ്യമായിരുന്നു. ആ സാമീപ്യത്തിൽ ഒട്ടേറെ മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടായി, പരിവർത്തനങ്ങളുണ്ടായി, അനുകമ്പയുണ്ടായി, ആർദ്രതയുണ്ടായി. വലിയ ഒരു വ്യക്തിത്വമാണ് ഗുരു. നിത്യചൈതന്യയുടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു മനഃശാസ്ത്രപരമായിട്ട് മുന്നേ നിൽക്കുന്നതാണ്. പക്ഷെ മനസ്സിനെ നിരാകരിക്കുക എന്നുള്ളൊരു മോഡിലാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് എല്ലാം വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന രീതിയും ആ മനസ്സിനെ നിരാകരിക്കുന്ന രീതിയിലാണ്. ഇതിൽ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഗുരുവിൻ്റെ ഒരു പ്രധാനമായ ചിന്ത മനഃശാസ്ത്രപരമായ ചിന്തയാണ്. മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും മനസ്സ് ഗുരു പെട്ടെന്ന് പിടിച്ചെടുക്കുമായിരുന്നു. ഞാൻ ഗുരുകുലത്തിലൊക്കെ ചെന്ന സമയത്ത് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഗുരു നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പിടിച്ചെടുക്കുമോ എന്നൊക്കെ. അതുകൊണ്ട് അടുത്തിരിക്കാനൊരു ഭയമാണ് ആദ്യമൊക്കെ. പിന്നെ കാലക്രമത്തിൽ ഇങ്ങനെ അടുത്തിരുന്ന് പിന്നെ സമീപവർത്തിയായിട്ട് ഇരിക്കുന്ന ഒരു ആനന്ദമായിട്ട് മാറി. ഈ ഭയം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അജ്ഞാനത്തിൽ നിന്നാണ് നമ്മുടെ ഭയം വരുന്നത്. അഹങ്കാരത്തിൽ നിന്നും കൂടിയാണ്. അഹങ്കാരം നമ്മളെ വെളിപ്പെടുത്താൻ നമ്മൾ അനുവദിക്കില്ല. അഹങ്കാരമില്ലാത്ത ആൾ എപ്പോഴും അനാവൃതനാണ്, തുറന്നവനാണ്. അഹങ്കാരം തുറക്കാൻ സമ്മതിക്കില്ല നമ്മൾ സ്വയം തുറക്കാനായിട്ട്. അത് ഗുരുവിൻ്റെ മുന്നിൽ പോലും നമ്മൾ ഒരു മൂടുപടം സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഒരു ശിഷ്യൻ എന്ന ഭാവം ഇല്ലെങ്കിലും ശിഷ്യനാകാൻ ശ്രമിക്കും നമ്മൾ പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ മനഃശാസ്ത്ര പാരംഗത മനസ്സിലാക്കിയിട്ട് ഞാനൊക്കെ അകന്നു നിന്നിരുന്നു കുറച്ചൊക്കെ. ഈ അകൽച്ച സമീപത്തിരിക്കുന്നതിൽ മാത്രമല്ല, പിന്നീട് എനിക്ക് മനസ്സിലായി ഗുരുവിന് നമ്മെ ഒരിക്കൽ ഗുരുവായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ എവിടെ ഇരുന്നാലും നമ്മളെ പിടിക്കും ഗുരു. അത് എത്ര അകലെ ഇരുന്നാലും നമ്മളെ പിടിക്കും എന്ന് ഗുരു എന്ന് മനസ്സിലായി എനിക്ക്.
ഗുരുവിൻ്റെ ആത്യന്തികമായിട്ട് ഗുരു മനഃശാസ്ത്രത്തിലെ നിരവധി കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നിരവധി മനഃശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങൾ ഗുരു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെ, കാൾ ഗുസ്താഫ് യുങ്, ആഡ്ലർ, ഇവരെ പോലെയൊക്കെ, വില്യം ജെയിംസിനെ പോലെയുള്ളവരൊക്കെ വലിയ മനഃശാസ്ത്രജ്ഞന്മാരവരൊക്കെ. ആ പുസ്തകങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതൊക്കെ ഈ കേരളീയ ജനതയ്ക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തോടൊപ്പം തന്നെ ഗുരു പറയുന്നൊരു കാര്യം, ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ കൃഷ്ണനാണെന്നാണ്. ഭഗവത്ഗീതയാണ് ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം. അത് ഭഗവത്ഗീത സ്വാധ്യായം രചിക്കുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ മനഃശാസ്ത്രപരമായ ചിന്തകളെയാണ് ഗുരു പുറത്തെടുക്കുന്നത്. അതുപോലെ പതഞ്ജലിയുടെ യോഗസൂത്രം, ഇതും ഗുരുവിൻ്റെ ചെറിയൊരു പുസ്തകമുണ്ട്, മനസ്സ് എന്ന പ്രതിഭാസം. ഈ പ്രതിഭാസം എന്ന വാക്കിന് ഗുരു കൊടുക്കുന്ന അർത്ഥം പരമാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ വ്യവഹാരത്തിലുള്ള തോന്നലിനെയാണ് ഈ പ്രതിഭാസം എന്ന് പറയുന്നത്. ആ മനസ്സൊരു പ്രതിഭാസമാണ്. അതിനെ അന്വേഷിച്ചാൽ അതിനെ കാണില്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അതുണ്ട്. ഇതാണ് മനസ്സ്. നാരായണഗുരു അസത്യദർശനം എന്ന് പറയുന്ന ദർശനമാലയിലൊരു ചാപ്റ്ററുണ്ട്. അതിൽ തുടങ്ങുന്നത് തന്നെ മനോമയമിതം സർവം ന മനഃക്വാപി വിദ്യതേ. എല്ലാം മനസ്സാണ്, എല്ലാം മനസ്സാണ്, എല്ലാ നാമരൂപങ്ങളും എല്ലാ അനുഭവങ്ങളും മനസ്സാണ്. മനസ്സല്ലാതെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. സകല നാമരൂപങ്ങളും മനസ്സാണ്, പ്രപഞ്ച മനസ്സാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്നാൽ അങ്ങനെ ഒരു മനസ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ആ മനസ്സ് എല്ലാം മനസ്സാണെന്ന് പറയുകയും അതേസമയം ആ മനസ്സിനെ തിരഞ്ഞാൽ നമുക്ക് കാണുകയില്ല. അത് പാരമാർത്ഥിക തലത്തിലാണത്. പാരമാർത്ഥിക തലത്തിൽ മനസ്സില്ല, വ്യാവഹാരിക തലത്തിൽ പ്രാതിഭാസിക തലത്തിൽ മനസ്സുണ്ട്. അപ്പോൾ മനസ്സിനെ നമ്മളുടെ അജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് മനസ്സിനെക്കുറിച്ച് ചിന്തിച്ചും മനസ്സിനെ കുറിച്ച് പഠിച്ചൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ആ മനസ്സ് ഇല്ല എന്ന് നമുക്ക് സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും പറയുന്നതുകൊണ്ട് മനസ്സിന് സ്ഥാനവും ഉണ്ട്, സ്ഥാനവും ഇല്ലതാനും. അതുകൊണ്ട് ഗുരു നിത്യ പറയുന്നത് മനസ്സ് എന്നത് പരിവർത്തിക്കണമെങ്കിൽ നമുക്ക് മനസ്സിനെ ക്രമാനുഗതമായിട്ട് അതിൻ്റെ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നൊക്കെ പുറത്തെടുത്ത് സാത്വികമാക്കി ഗുണാതീതനാകണം. ഒരാൾ ഗുണാതീതനാകുമ്പോഴാണ് മനസ്സിന് അതീതമായി പോകുന്നത്. ഗുണാതീതനാകാത്ത ഒരാൾ മനസ്സിന് അധീനനായിട്ട് മാറും, മനസ്സിൻ്റെ അധീനനായിട്ട് മാറും. അപ്പോൾ മനസ്സിനെ അടിമയായിട്ട് മാറും. അപ്പോൾ മനസ്സിനെ ജയിക്കാൻ കഴിയുന്നത് ഗുണാതീതന്മാർക്കാണ്, തപസ്വികൾക്കാണ്, ധ്യാനികൾക്കാണ്. അല്ലാത്തവർക്കൊക്കെ അതെല്ലാം മനസ്സിൻ്റെ പിടിയിലാണ്. ഇത് ഗുരു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. മനഃശാസ്ത്രം ഒരുപാട് സ്ഥലങ്ങളുണ്ട് മനഃശാസ്ത്രത്തിന്. ഇപ്പോൾ ഒരാൾ വ്യാവഹാരിക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് സാധാരണ ജീവിതത്തിൽ പോലും വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. മനസ്സിന് ഉപയോഗിക്കാം. മനസ്സൊരു ടൂളാണ്, ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ ഗുരു പഠിപ്പിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മനസ്സ് എന്ന ഈ പ്രതിഭാസം ആത്യന്തികമായിട്ടില്ലാത്തതാണെങ്കിലും വ്യാവഹാരിക തലത്തിലുള്ളതാണ്. അതിനെ വേണ്ടവണ്ണം മാനേജ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നതാണ് ഗുരു നിത്യചൈതന്യതി തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ ആത്മീയത എന്ന് പറയുന്നത് അന്വേഷണ ബുദ്ധി ഉള്ളവരുടെ ഒരു വഴിയാണെന്നാണ് പറയുന്നത്. അവിടെ വിശ്വാസത്തിന് അധികം പ്രാധാന്യമില്ല. അപ്പം അന്വേഷിക്കും തോറും വിശ്വാസം കുറയും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണ്? അന്വേഷിക്കും തോറും വിശ്വാസം കുറയും. അത് കുറയുകയല്ല, വിശ്വാസം നശിച്ചു പോവുകയും ചെയ്യും. അത് 100% സത്യമാണ്. കാരണം വിശ്വാസം അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ വിശ്വാസത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇരുട്ടിൽ ഒരു ഭൂതം അല്ലെങ്കിൽ പ്രേതം ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്ന പോലെ തന്നെയാണ് ഈ വിശ്വാസം. വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. വിശ്വാസത്തിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്.
ദൈവികമായ യാതൊരു അനുഭൂതിയും ആ വ്യക്തിക്കുണ്ടായിട്ടില്ല വിശ്വാസത്തിൽ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ്, ഒരു അന്ധകാരമാണ്. എന്നാൽ അന്വേഷണം വെളിച്ചമാണ്. വെളിച്ചവുമായിട്ട് നമ്മൾ അന്ധകാരത്തെ തിരയുകയാണെങ്കിൽ, വെളിച്ചം കയ്യിൽ പിടിച്ചുകൊണ്ട് അന്ധകാരത്തെ തിരഞ്ഞ അന്ധകാരത്തെ കാണില്ല. വെളിച്ചമാണ് ഞാൻ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം അന്വേഷണത്തിൽ കാലക്രമത്തിൽ ക്ഷയിക്കുകയും അന്വേഷണത്തിൽ കണ്ടെത്തുന്ന അനുഭൂതിക്കാണ് പ്രാധാന്യം വരുന്നത്. നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസും നമ്മുടേതായിട്ടുള്ള ബോധ്യവുമാണ് പ്രധാനം, കൺവിക്ഷനാണ് പ്രധാനം, ബിലീഫല്ല. ഒരാൾ കൺവിക്ഷൻ ഉണ്ടാകണം, ഒരാൾക്ക് ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം അന്വേഷണത്തിലൂടെ സാധ്യമായിട്ട് തീരുള്ളൂ. മറ്റേത് വിശ്വാസത്തിലൂടെ ലഭിക്കുന്നത് താൽക്കാലികമായൊരു ശാന്തിയാണ്, താൽക്കാലികമായൊരു സുഖമാണ്. പക്ഷേ വിശ്വാസത്തിന് റെലവൻസ് ഉള്ള ചില സന്ദർഭങ്ങളുണ്ട്. പരമാജ്ഞാനികളായിരിക്കുന്ന മനുഷ്യർക്ക് എവിടെയെങ്കിലും മനസ്സുറപ്പിക്കണം. അത് ഒരു മനസ്സുറപ്പിക്കുക എന്ന പ്രക്രിയ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു സത്യത്തിൻ്റെ ധാരണയെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് ഒരാവശ്യമായി വരാം. പക്ഷേ ഒരു സത്യാന്വേഷകനോ ഒരു ജ്ഞാനിക്കോ ഒന്നും വിശ്വാസത്തിൻ്റെ ആവശ്യകതയേ ഇല്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കണ്ടെത്തുക എന്നുള്ളതാണ്, അറിയുക എന്നുള്ളതാണ്. അറിയുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. അതിന് ഉപനിഷത്ത് ഋഷിമാർ പറയുന്നത് വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് ശ്രദ്ധ എന്ന വാക്കാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ശ്രദ്ധ എന്ന് പറയുന്ന ഒരുതരം വിശ്വാസം തന്നെയാണ്. ശ്രദ്ധയിൽ ഒരു ഗുരു ഉണ്ടായിരിക്കും എപ്പോഴും. വിശ്വാസത്തിൽ ഗുരുവില്ല, ശ്രദ്ധയിൽ ഗുരുവുണ്ട്. ആ ശ്രദ്ധ നമ്മൾ ഗുരുവിലേക്ക് ചെലുത്തുമ്പോൾ, ഗുരുവിലേക്ക് അർപ്പിക്കുമ്പോൾ, ഗുരു നമ്മളുടെ ബോധത്തെ ജ്വലിപ്പിക്കും. ബോധത്തെ ജ്വലിപ്പിക്കാൻ നമ്മളിൽ വേണ്ട ഒരു ഉപായമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയാണ് ശരിക്കും നമ്മുടെ ഭാരതീയമായ ഇതിൽ വരുന്നത്, വിശ്വാസമല്ല. ശ്രദ്ധയ്ക്ക് തത്തുല്യമായൊരു പദവും ഇന്ന് ഇംഗ്ലീഷിലില്ല, ഇംഗ്ലീഷ് ഭാഷയിലില്ല. ബിലീഫ് എന്ന് പറയുന്നത് പാശ്ചാത്യമായൊരു ചിന്തയിൽ വരുന്നതാണ് വിശ്വാസം. ഭാരതീയതയിലെ വിശ്വാസമല്ല, അത് ശ്രദ്ധയാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അന്വേഷിക്കും തോറും, അന്വേഷണത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകും തോറും വിശ്വാസം ക്ഷയിക്കുകയും ജ്ഞാനം, ബോധ്യം കൂടുതൽ തെളിഞ്ഞു വരികയും ചെയ്യും. സ്വാമിജി, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഗുരു നിത്യചൈതന്യയുടെ ഒരു ടീച്ചിങ്സിൻ്റെ രീതി സെൻ ബുദ്ധിസം, താവോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ചേർത്താണ് പഠിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ കാലഘട്ടത്തിൽ സെൻ കഥകളോ സെൻ രീതികളോ പൊതുവേ ആർക്കും അങ്ങനെ പരിചിതമല്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു ടീച്ചിങ്സ് അല്ലെങ്കിൽ ട്രെയിനിങ്സ് അങ്ങേപ്പോലുള്ള അദ്ദേഹത്തോടൊപ്പം നടന്ന ശിഷ്യർ എന്നുള്ള രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആകർഷണീയത വന്നിട്ടുള്ള ഒരു മേഖലയാണ് സെൻ ബുദ്ധിസം. ഗുരു മൗനമന്ദഹാസം എന്ന പേരിൽ ചെറിയ ഒരു പുസ്തകം, കുറേ സെൻ കഥകളാണതിൽ. വാസ്തവത്തിൽ അതൊരു സെൻ കഥകളുടെ പുസ്തകത്തിൽ നിന്നുള്ള തർജ്ജമയാണത്. പോൾ റപ്പ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ സെൻ ഫ്ലഷ് ആൻഡ് സെൻ ബോൺസ് എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഏതാനും കഥകളാണ് ഗുരു തർജ്ജമ ചെയ്ത് വച്ചിരിക്കുന്നത്. അതൊരർത്ഥത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ സെന്നിൻ്റെ ഒരു സ്പന്ദം കൊണ്ടുവരുന്നതാണ് പുസ്തകം. പിന്നീട് നമുക്കറിയാം കേരളത്തിൽ ഓഷോയുടെ ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രചാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സെൻ എന്ന് പറയുന്ന ചിന്ത ഓഷോയിലൂടെ പ്രചാരം നേടിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഗുരു നിത്യചൈതന്യതി സെന്നിൻ്റെ സൗരഭ്യം അത് വളരെ നന്നായിട്ട് ഈ കഥകളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഥകളെന്ന് പറയുന്നത്, സെൻ കഥകളെന്ന് പറയുന്നത് ഒരു ഞൊടിയിടയിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിലൊരു തെളിച്ചവും കൊണ്ടുവരുന്നതാണത്. സെൻ അവേക്കനിങ്, പിന്നെ സെൻ അവേക്കനിങ് കഥ കേൾക്കുമ്പോൾ, ഈ കഥ എന്ന് പറയുന്നത് അവർ ട്രഡീഷണലായിട്ട് പറഞ്ഞ് പകർന്നു വന്നിട്ടുള്ളതാണ് പലപ്പോഴും. അതിൽ ചെറിയ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക, വളരെ ആഴത്തിൽ സ്ട്രൈക്ക് ചെയ്യും. ഒരു ഹാക്വീൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കഥ, അത് വലിയ സ്വാധീനം ചെലുത്തുന്ന കഥയാണ് ഹാക്വീൻ.
അപ്പോൾ ഹെക്വീന് ഒരു ഒരു സെൻ ബുദ്ധിസ്റ്റാണ്, സെൻ ഗുരുവാണ്. അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്, ആനന്ദമുള്ളൊരു വ്യക്തിയാണ്, ഏകാന്തത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഗുരുവായിട്ട് അറിയപ്പെടുന്നതാണ്, സമൂഹത്തിൽ അംഗീകൃതനൊക്കെയാണ് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അപഖ്യാതി ഉണ്ടായി. ആ അപഖ്യാതിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടി, അവൾ ഗർഭിണിയായപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അതറിഞ്ഞിട്ട് കോപാകുലരായി, ദേഷ്യപ്പെട്ടു, അവളെ ഒരുപാട് മർദ്ദിച്ചു. ആരാണ് കുട്ടിയുടെ പിതാവ് എന്നറിയാനായിട്ട് അവൾ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധം മൂത്തപ്പോൾ അവൾ പറഞ്ഞു, ഹാക്വീൻ ഗുരുവാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഗ്രാമം മുഴുവനും തരിച്ചിരുന്നു പോയി. ഹാക്വീൻ ഗുരു ഈ ഒരു ചതി ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും നേരെ ഹാക്വീൻ ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്നിട്ട് ഒരുപാട് അദ്ദേഹത്തെ ആക്രോശിക്കുകയും അദ്ദേഹത്തെ നിന്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പ്രസവിച്ച അധികം ദിവസമാകുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹാക്വീൻ ഗുരുവിന് കൊണ്ടു കൊടുക്കും. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൈവശം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാക്വീൻ ഗുരു പറഞ്ഞു വളരെ സന്തോഷത്തോടെ, അങ്ങനെയോ, സന്തോഷം, വളരെ സന്തോഷം എന്ന രീതിയിൽ സ്വീകരിച്ചു അതിനെ. ഹാക്വീൻ ഗുരു ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ഇവർ ആദ്യം പോയിട്ട് ശകാരിച്ചപ്പോഴും അദ്ദേഹം അതിനെ എതിർത്തൊന്നുമില്ല. അങ്ങാണ് ഈ കുഞ്ഞിൻ്റെ പിതാവ് എന്ന് എൻ്റെ മകൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചു. ആ കുഞ്ഞിനെ സ്വീകരിക്കുക മാത്രമല്ല, ആ കുഞ്ഞിനെ സ്നേഹിച്ച് വളർത്തിയത് വീട്ടിൽ, അത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ. എല്ലാ ദിവസവും അദ്ദേഹം ഈ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് ഇറങ്ങും. അത് ഗ്രാമീണരെല്ലാവരും ഈ കുഞ്ഞിനെ കാണും. ഈ കുഞ്ഞ് മനോഹരമായൊരു കുഞ്ഞ്. ഹാക്വീൻ ഗുരു പാല് തേടി പല വീടുകളിലും ചെന്ന് പാല് വാങ്ങിച്ച് കുഞ്ഞിന് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്താപമുണ്ടായി വളരെയധികം. ഒരു ത്യാഗിയായൊരു മനുഷ്യൻ, എന്തൊരു സന്യാസിയായൊരു മനുഷ്യനെ അപവാദം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൽ ഒരു വഞ്ചനാ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബോധ്യമായി അത് തെറ്റാണ് താൻ ചെയ്തതെന്ന്. അവൾ അച്ഛനമ്മോട് വിളിച്ചിട്ട് പറഞ്ഞു, ഹാക്വീൻ ഗുരുവല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, ആ ചന്തയിൽ മീൻ വിൽക്കുന്ന ഒരു മീൻകാരനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ഛനമ്മമാർക്ക് വലിയ ദുഃഖമുണ്ടായി. അവർ ഓടിച്ചെന്ന് ഹാക്വീൻ ഗുരുവിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയോട് ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ മകൾ, ഞങ്ങളുടെ മകൾ അങ്ങയെ വഞ്ചിക്കുകയായിരുന്നു, അങ്ങയെ തെറ്റുകാരനാക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറയുകയും ആ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഹാക്വീൻ ഗുരു ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങനെയോ എന്ന് പറഞ്ഞു. അങ്ങനെയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സ്വീകരിച്ചു. അപ്പോൾ സെൻ എന്ന് പറയുന്നത് ഒന്നിനെയും തിരസ്കരിക്കുകയോ സർവത്തിനെയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഒരാൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളതിനെ നിരാകരിക്കുന്നില്ല. അങ്ങനെ നിരാകരിക്കാതിരിക്കുമ്പോൾ, അതിന് ഫൈറ്റ് ചെയ്യാതിരിക്കുമ്പോൾ സെൻ എന്ന് പറയുന്നത് ഒരു ഈഗോലെസ് എക്സ്പീരിയൻസാണ്. ഒരു ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ ഹാക്വീൻ ഗുരു. ഇതൊക്കെ സെൻ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് സമരോന്മുഖതയും ഫൈറ്റിംഗ് ടെൻഡൻസിയുമാണ്. നമ്മൾ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ നഖശിഖാന്തം ഫൈറ്റ് ചെയ്യും. ചെറിയ ഒരു അഴുക്ക് പോലും നമ്മുടെ വ്യക്തിത്വത്തിൽ കലർത്താൻ നമ്മൾ അനുവദിക്കില്ല. അത്രമാത്രം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ പരിരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആത്മാവിനൊരിക്കലും അഴുക്ക് പുരളില്ല എന്ന് ബോധ്യപ്പെട്ട ഹാക്വീൻ ഗുരുവിൻ്റെ വ്യക്തിത്വം നമ്മളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സെൻ ബുദ്ധിസത്തിൽ ഗുരു നിത്യചൈതന്യതയുടെയും വ്യക്തിത്വം അങ്ങനെയായിരുന്നു. ഒരർത്ഥത്തിൽ ഗുരുവിനെ എത്ര അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായാലും ഗുരു ഒരിക്കലും അശാന്തമായൊരവസ്ഥയിലേക്ക് എത്താറില്ല. ഒരു ശാന്തി ഗുരുവിൻ്റെ പരിസരത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രക്ഷുബ്ധതയും ഗുരുവിനുണ്ടായിരുന്നില്ല. അതാണ് നമുക്ക് അദ്ദേഹത്തിലെ സെൻ മാസ്റ്ററെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത്. സംജീവ്, അങ്ങേക്ക് ഗുരു നിത്യചൈതന്യതയെ പോലൊരു മഹാത്മാവിനെ ലഭിച്ചതൊരു പുണ്യം തന്നെയാണ്. അദ്ദേഹത്തിന് നടരാജ ഗുരുവിനെ പോലൊരു ഗുരുവിനെയും കിട്ടി.
പക്ഷേ ഇപ്പം അങ്ങ് നിത്യചൈതന്യ യതി ഗുരുവിനെ പരിചയപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഗുരുദേവനിലേക്ക് എത്തിപ്പെടുമായിരുന്നു. ചോദ്യം എനിക്കത് ഉത്തരം പറയാൻ കഴിയാത്തതാണ് ശരിക്കും. കാരണം അത് ഒരു ഊഹാ അധിഷ്ഠിതമായിട്ടുള്ള ചോദ്യമാണ് ശരിക്കും. സ്പെക്കുലേറ്റീവാണത് ആ ചോദ്യം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്താണെന്ന്. ദാർശനികമായിട്ട് പറയാൻ നമുക്ക് നമ്മളെന്തോ ആണ് എന്നുള്ള ആക്ക്. പക്ഷേ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവിനെ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ്, ഗുരു നിത്യചൈതന്യതയെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഗുരുദേവനിലേക്ക് ഞാൻ എത്തിപ്പെടാൻ എന്നെ സഹായിച്ചത് എന്നെനിക്ക്. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെടാം ആ ആൻസർ കൂടുതൽ ആഴത്തിലേക്ക് പോകുകയാണെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തണം, എത്തിയേ പറ്റൂ. അപ്പോൾ ഗുരു നിത്യ ആണ് എനിക്ക് ചില വാതായനങ്ങൾ തുറന്നു തന്നത്, ചില കാഴ്ചകൾ കാണിച്ചു തന്നത്, ഗുരുത്വത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തന്നത്. അപ്പോൾ അത് ഗുരു നിത്യചൈതന്യം തന്നെയാണ്, വേറെ ആരുമില്ല. ഗുരുവിലുള്ള ഭക്തി കൊണ്ട് ഞാൻ പറയുകയും ചെയ്യും, ഗുരു നിത്യ തന്നെയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചതും ഗുരുദേവനിലേക്കുള്ള വഴി തുറന്നു തന്നതെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്യുമ്പോഴും ഇപ്പോഴും എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ട് എന്താണെന്ന്. കാരണം നമ്മൾ പറയുന്ന ആൻസറുകൾക്ക് പിന്നിലൊക്കെ അജ്ഞേയമായ ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ നമുക്കറിയപ്പെടാത്ത മേഖലകളാണ്. അറിയപ്പെടാത്ത മേഖലകളിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഔചിത്യമുള്ളതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഗുരു നിത്യചൈതന്യതയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഗുരു നിത്യചൈതന്യതയ്ക്ക് തുല്യമായ ഒരു ശക്തി അവിടെ ഉണ്ടാകുമായിരുന്നു, വേറെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും, സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയോഗത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അത് അങ്ങനെ സംഭവിച്ചേക്കാം എന്നൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മളിൽ ഒരു അന്വേഷണം ഉള്ളിൽ തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഗുരുക്കന്മാരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുന്നത്. അതെ, ആ രീതിയിൽ നോക്കുമ്പോഴും അങ്ങയുടെ ഉള്ളിലൊരു അന്വേഷണം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ അന്വേഷണം ഉണ്ടായി. അന്വേഷണം ഉണ്ടായപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ നിരവധി ആത്മജ്ഞാനികൾക്ക് തുല്യതും ഒരു ആത്മജ്ഞാനികളായവരുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ഉണ്ടായിരുന്നു ആ കാലത്ത്, ഞാനൊക്കെ അന്വേഷിക്കുന്ന കാലത്ത്. ഇപ്പോൾ ഓഷോ ഉണ്ടായിരുന്നു ആ കാലത്ത്, സത്യസായി ബാബയുണ്ടായിരുന്നു, അമൃതാനന്ദമയിയുടെയൊക്കെ ആദ്യകാലങ്ങളിൽ വളരെ ശോഭയുള്ള കാലമാണ് അതൊക്കെ. പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അന്വേഷണം ഈ ലെവലിലുള്ളതാണ്. അതായത് ഈ ഗുരുവും ശിഷ്യബന്ധത്തിൻ്റെ ആഴത്തിൽ തീവ്രമായ ഒരു അനുഭൂതിയുടെ തലത്തിലേക്കൊക്കെ അന്വേഷിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ അന്വേഷിക്കുമ്പോൾ ഈ ഗുരുവിലാണ് ഞാൻ എത്തിപ്പെട്ടത്. വേറൊരിടത്തേക്കും പോകാൻ തോന്നിയില്ല. എന്നാൽ രമണ മഹർഷിയുടെയൊക്കെ അത് അന്ന് ഞാൻ വായിക്കുമായിരുന്നു. പക്ഷേ രമണ മഹർഷിയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. മഹർഷിയുടെ അന്വേഷണ രീതിയൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ ആരാണ് എന്നുള്ളത് ഉള്ള അന്വേഷണം ആ രീതി തന്നെയാണ് ഗുരുനിത്യയിലൂടെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉപനിഷത്ത് പശ്ചാത്തലത്തിലുള്ള ഒരു ഗുരുവിനെയാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളത്. ഭക്തിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അത്ഭുതങ്ങളുടെയോ ലോകമല്ല ആയിരുന്നില്ല. അതുകൊണ്ട് ഗുരുനിത്യചൈതന്യത 100% എൻ്റെ ജിജ്ഞാസയ്ക്ക് പരിപൂർത്തി വരുത്താൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ഗുരുവായിരുന്നു എന്ന് എൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറൊരിടത്തും പോകാനും തോന്നിയില്ല. ഞാൻ ചില ശിഷ്യന്മാർ ചിലപ്പോൾ വർഷങ്ങളോളം ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്നിട്ട് ഇതിനേക്കാളും നല്ല ഗുരു വേറെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോകും. പക്ഷേ എനിക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇനി വേറൊരു ഗുരുവില്ല എന്ന് തോന്നിയിട്ടുള്ളതാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരു ശിഷ്യൻ, രമണ മഹർഷിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിലൊരു ശിഷ്യൻ, രമണ മഹർഷിക്ക് ശിഷ്യന്മാരാരുമില്ല എന്ന് മഹർഷി അങ്ങനെ ശിഷ്യന്മാരൊന്നും വളർത്തിയെടുത്തിട്ടില്ല. പക്ഷേ ചിലർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യരായിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശിഷ്യൻ ഒരിക്കൽ പറഞ്ഞത്, മഹർഷി സമാധിയായതിനു ശേഷം അവിടെ പരമഹംസ യോഗാനന്ദ എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠനായ സന്യാസി രമണാശ്രമം സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ ശിഷ്യൻ എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇതാ ഒരു മഹായോഗി വന്നിരിക്കുന്നു, അവിടെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു പോയിട്ട്. അപ്പോൾ ഈ ശിഷ്യൻ പറയാണ്, എൻ്റെ 2 കണ്ണുകളും
ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ അന്ധമായി പോയിരിക്കുകയാണ്. എനിക്കിനി ഒന്നും കാണാൻ വയ്യ. എനിക്ക് ഒരു ഗുരുവേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗുരു മഹാ തേജസ്വിയായ ഒരു സൂര്യനായിരുന്നു. ആ സൂര്യവെളിച്ചത്തിൽ എൻ്റെ കണ്ണുകൾ അന്ധമായി പോയിരിക്കുകയാണ്. എനിക്കിനി ആരെയും കാണണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം, ആ ശിഷ്യൻ. അതുപോലൊരവസ്ഥ ആയിരുന്നു എനിക്കും. എനിക്ക് വേറെ ആരെയും കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ. അല്ലെങ്കിൽ പലയിടത്തും പോയേനെ ഞാൻ സഞ്ചരിച്ചിട്ട് അന്വേഷിച്ചിട്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട് അങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല അതും തെറ്റിപ്പോയേനെ, താളം തന്നെ തെറ്റിപ്പോയേനെ. പക്ഷെ എന്തുകൊണ്ടോ ചില സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഒരു ഗുരുവിൻ്റെ പാദാന്തികത്തിൽ ദീർഘകാലം ഇരിക്കാൻ കഴിയാന്നുള്ളതാണ്. അങ്ങനെ ദീർഘകാലം ഇരിക്കുന്നതിനിടയിൽ ആരെങ്കിലും നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നമുക്ക് ആ ജന്മത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് ശിഥിലമായി പോകും. അതുകൊണ്ട് ആരും വഴിതെറ്റിച്ചില്ല, ഈശ്വരനും വഴിതെറ്റിച്ചില്ല, ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അത് മഹാഭാഗ്യം. സ്വാമിജി, ദാർശനികതയും സ്വാഭാവികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം? ദാർശനികത, സ്വാഭാവികത, അതിൻ്റെ അർത്ഥം തന്നെ ദർശനം എന്ന വാക്കിന് ഒരു ഏതെങ്കിലും ഒരു തത്വം, പ്രപഞ്ച തത്വം നമ്മൾ വ്യക്തതയോടെ കാണുന്നതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. ആ ദർശനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സമഗ്രത ഉണ്ടായി എന്നർത്ഥം, പൂർണ്ണത ഉണ്ടായി ദർശനം വന്ന. സ്വാഭാവികത എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ സ്വാഭാവികതയാണ്. അതിൽ അജ്ഞാനമുണ്ട്, പ്രകൃതിയുണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വാഭാവികതയുണ്ട്. ഇന്ന് എല്ലാവർക്കും ദർശനമില്ല. സ്വാഭാവികത എല്ലാവർക്കും ഉണ്ട്, സ്വഭാവം ഇല്ലാത്ത ആരുമില്ല. സ്വന്തം ഭാവം എന്തോ അതാ സ്വഭാവം. ഈ സ്വഭാവം അധിഷ്ഠിതമായിരിക്കുന്നത് ത്രിഗുണങ്ങളിലാണ്, 3 ഗുണങ്ങളിലാണ്. ഈ 3 ഗുണങ്ങളുടെ ഒരു അനുപാതമുണ്ട് എല്ലാവരിലും. പലരിലും ആ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വധർമ്മം എന്തെന്ന് പറയുന്നത്. സ്വധർമ്മം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ത്രിഗുണങ്ങളുടെ ചേർച്ച, ഓരോ വ്യക്തിയിലും ആ ചേർച്ച ഓരോ രീതിയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വധർമ്മത്തിൻ്റെ ആവിഷ്കാരം ആണ് സ്വഭാവം. സ്വഭാവം എന്ന് പറയുന്നത് അന്തരസ്ഥമായിട്ടുള്ള സ്വധർമ്മത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ആവിഷ്കാരത്തിൻ്റെ പേരാണ് ഈ സ്വഭാവം. എന്നാൽ ദാർശനികത അങ്ങനെയല്ല. ദാർശനികത എന്ന് പറഞ്ഞാൽ ത്രിഗുണത്തിനും സ്വഭാവത്തിനും സ്വധർമ്മത്തിനും അതീതമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ശരീരമായോ മനസ്സുമായോ താതാത്മ്യപ്പെടാതെ അതിനതീതമായ ഗുണാതീതമായ ഒരു തലം, അതാണ് ദർശനം. ആ ദർശനത്തിൽ നമുക്ക് ഞാൻ എന്ന ഭാവമില്ല. ആ ദർശനത്തിൽ ഞാൻ ചെയ്യുന്നവൻ എന്ന ഭാവമില്ല, ഞാൻ അറിയുന്നവൻ എന്ന ഭാവമില്ല, ഞാൻ അനുഭവിക്കുന്നവൻ എന്ന ഭാവമില്ല. ഈ 3 ഭാവങ്ങളുടെ നിരാസം ഈ ദർശനത്തിലുണ്ട്. എന്നാൽ സ്വഭാവത്തിൽ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്, എനിക്കത് മാറ്റാൻ കഴിയില്ല. ഇതിൽ ഞാൻ അവിടെ പ്രസക്തമാണ്, അപ്രസക്തമല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസക്തമുള്ള ഒരു ഭാവമാണ് സ്വഭാവം. അതുകൊണ്ട് സ്വഭാവത്തെ മുറുകെ പിടിക്കാൻ സ്വാർത്ഥരും അഹങ്കാരികളും അജ്ഞാനികളും ശ്രമിക്കും. ദർശനത്തെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ഞാൻ അപ്രത്യക്ഷമാവുകയും ഞാൻ അസ്തിത്വമില്ലാത്തവനായി തീരുകയും ചെയ്യുന്നു. സ്വയം നിരാസം ദർശനത്തിലുണ്ടെങ്കിൽ സ്വയം സംസ്ഥാപനമാണ് സ്വഭാവത്തിലുള്ളത്. അതുകൊണ്ട് സ്വഭാവത്തിന് അതീതമാണ് ദർശനം. ജീവിതം ദാർശനികമാകുമ്പോഴാണ് സ്വതന്ത്രമാകുന്നത്. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതാണ് ചെറിയൊരു വ്യത്യാസം. സ്വാമിജി, ഗുരുദേവനെ കുറിച്ച് കുറേയേറെ ഒരു ഇങ്ങനെയാണ് അല്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുദേവന് കുറേ ടൈറ്റിൽസ് പലരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതായത് പൊതുവെ കേട്ടിട്ടുള്ളത് ഗുരുദേവനൊരു സോഷ്യൽ റിഫോമറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ് എന്നാണ് ആദ്യം പറഞ്ഞു വന്നിരുന്നത്. പിന്നീട് അത് അങ്ങനെയല്ല, സാമൂഹിക പരിഷ്കർത്താവല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറേ കൂടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഗുരുദേവനെ ഒരു ദൈവം
ആണ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പം ദൈവമല്ല എന്നും പറഞ്ഞു. ശരിക്കും ആരാണ് ഗുരുദേവൻ? ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യമാർന്ന ചില കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് ഗുരുവിനെ വിളിക്കുമ്പോൾ സമൂഹത്തിനും പരിഷ്കരണത്തിനും ഭൗതികവാദത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഗുരുവിനെ സമൂഹ പരിഷ്കർത്താവ് മാത്രമായിട്ട് ചിത്രീകരിക്കുന്നത്. ദൈവമായിട്ട് ചിത്രീകരിക്കുന്നത് ഭക്തി പ്രചുരമയുള്ള മനുഷ്യരാണ്. അടിസ്ഥാനപരമായി ഗുരുവാണ്. ഒരു ഗുരുവായിരിക്കുന്നത് ഗുരുവിന് ശിഷ്യനുണ്ടാകുമ്പോഴാണ്. ഗുരുദേവൻ്റെ ജീവിതം ഗുരു ശിഷ്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തെ വളർത്തിയെടുത്ത് സമൂഹത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതായിരുന്നു. ഗുരുദേവൻ തന്നെ സ്ഥാപിച്ച ഒരു ഇതാണ് ധർമ്മസംഘം. അതിൽ സന്യാസി ശിഷ്യന്മാരെ വളർത്തിയെടുത്തു. ആ സന്യാസി ശിഷ്യന്മാരിലൂടെയാണ് ഗുരു ശുദ്ധമായ ദർശനം, ശുദ്ധമായ വേദാന്തം, അദ്വൈതം ലോകത്തിന് പകർന്നു നൽകാൻ ആഗ്രഹിച്ചത്. അപ്പം അതുകൊണ്ട് ഗുരുദേവൻ ഒരു ഗുരുവാണ്. മറ്റ് രണ്ടും ഗുരുദേവനില്ല എന്നല്ല. സാമൂഹ്യ പരിഷ്കർത്താവ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അനുകമ്പ, ആർദ്രത, ഇതൊക്കെ ഗുരുവിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഗുരു വേദനിക്കുന്ന മനുഷ്യരെ സഹായിക്കുകയും അവരെ അജ്ഞാനം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതൊക്കെ മനുഷ്യർക്കുണ്ടായിരുന്നു. അതൊക്കെ അവർ അജ്ഞാനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അജ്ഞാനത്തെ മാറ്റാനായിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഇടപെടുകയും ആ സമൂഹ പരിവർത്തനത്തിന് സഹായകമാകുന്ന വിധത്തിൽ ഗുരു പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് നിഷേധിക്കാൻ കഴിയില്ല. ഒരു ഗുരു ഒരിക്കലും സമൂഹ പരിഷ്കരണം നടത്തരുതെന്ന് ഒരിടത്തും പറയുന്നില്ല. എന്നാൽ ഗുരു എന്ന് പറയാതെ ഗുരുത്വം നിഷേധിച്ചുകൊണ്ട് സമൂഹ പരിഷ്കർത്താവ് എന്ന നാമം മാത്രം ഒരു മഹിമയായിട്ട് എണ്ണുന്നത് ശരിയല്ല. സമൂഹ പരിഷ്കരണം ഏത് ബോധവികാസം എന്ന വ്യക്തിക്കും സാധിക്കാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് അത്തരത്തിൽ നിരവധി സമൂഹ പരിഷ്കർത്താക്കളുണ്ട്. പക്ഷേ ഗുരുത്വം സിദ്ധിച്ചിട്ടുള്ളത് അപൂർവരാണ്. ഗുരുദർശനം ഉണ്ടായിട്ടുള്ളത് അപൂർവ മനുഷ്യർക്കാണ്. അതുകൊണ്ട് സമൂഹ പരിഷ്കർത്താക്കളുടെ ഇടയിൽ മാത്രം ഗുരുവിനെ ഇരുത്തുന്നത് ഉചിതമായിരിക്കില്ല. ഗുരു എന്നത് ഒരു സമൂഹ പരിഷ്കർത്താവ് ഗുരു ആകണമെന്നില്ല. എപ്പോഴും ഗുരുവല്ലാത്തവരും സമൂഹ പരിഷ്കർത്താക്കൾ നിരവധിയുണ്ട് ഇവിടെ. പിന്നെ ദൈവം എന്ന് പറയുന്നത് സാധാരണ പാശ്ചാത്യ വിവക്ഷയിൽ നിന്നാണ് അങ്ങനെ ഒരു മാത്സരികതയുടെ ഭാഗമായിട്ടാണ് ദൈവം എന്നത് ഒരു നാമം കൊണ്ടുവരുന്നത്. താത്വികമായിട്ട് എല്ലാവരും ദൈവമാണ്. ദൈവമല്ലാത്തതായിട്ട് ആരുമില്ല. ഓരോരുത്തരും അവരവരുടെ സ്വരൂപത്തെ അറിയുമ്പോൾ അവരവരുടെ ദൈവികതയെ അറിയാണ്. ദൈവികമായിട്ടുള്ള ഒന്ന് നമ്മുടെ അകത്ത് തന്നെയുണ്ട്. അതിനെ ദർശിക്കുമ്പോൾ നമ്മളും ദൈവം തന്നെയാണ്. ദൈവമല്ലാത്തവരായിട്ട് ആരുമില്ല. ഗുരുവിലെ സ്വരൂപത്തെ, ആത്മാവിനെ ദർശിച്ചത് കൊണ്ട് ഗുരു ദൈവം തന്നെയാണ്. ആ അർത്ഥത്തിലൊന്നല്ല സാധാരണക്കാർ ദൈവം എന്ന് പറയുന്നത്. അതിശക്തനായ, അതിമാനുഷ്യനായ, സൂപ്പർ ഹ്യൂമനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെ അധ്യാരോപിച്ചിട്ടാണ് അവർ ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ. അത്തരത്തിൽ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അതിൽ അതിശയോക്തിയുണ്ട്. ആ അതിശയോക്തി ചില ആളുകൾക്ക് ആവശ്യമാണത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആവശ്യകത ഉണ്ടായിരിക്കും. ഒരു വിഗ്രഹത്തിനേക്കാളും ഗുരുവിൻ്റെ രൂപത്തെ ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അതിലൂടെ ഗുരുവിനെ ഒരു വിഗ്രഹമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗുരുവിൻ്റെ ശിക്ഷണത്തെ അവർ സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനത്തെയും ആശയങ്ങളെയും ചിന്തകളെയും ഒന്നും വേണ്ടത്ര പഠിക്കാതെ, മന്നം ചെയ്യാതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു മാനവരാശിക്ക് ബോധവികാസം വരുത്താനായിട്ട് വന്ന ഒരു 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 ജ്ഞാനിയാണ്. അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ജ്ഞാനമാണ് ഭാരതത്തിൻ്റെ അന്തസത്ത. ജ്ഞാനത്തിലൂടെ മാത്രമാണ് ഒരാൾക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ. ജ്ഞാനിയായ ഒരു ഗുരു, ജ്ഞാനിയായ ഗുരുവിന് ആ വാക്ക് തന്നെയാണ് ചേരുന്നത്. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. രു എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കലാണ്. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ ആരോ അവനാണ് ഗുരു. ആ അർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. ഗുരു എന്ന് ഒപ്പ് ഇടുമായിരുന്നു. നാരായണ ഗുരു എന്ന് പേരെഴുതി ഗുരു ഒപ്പിടുമായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഗുരു എന്ന ആ പരമ്പരയെ സംസ്ഥാപനം ചെയ്യാനായിട്ട് ഗുരു ഇവിടെ വന്നത്.
കാലങ്ങളായിട്ട് ഇവിടെ നല്ല ഗുരുകുലങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഗുരുത്വത്തെ ഈ മണ്ണിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജനിച്ചതാണ്. അങ്ങനെ എടുക്കാം. ഗുരുവിൻ്റെ നിയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സഞ്ചാരിയായിട്ട് അന്വേഷകനായിട്ട് നടക്കുകയും തപസ്വിയായിട്ട് മാറുകയും മരുത്വമലയിൽ പോയി ധ്യാന വിചാരങ്ങൾ ചെയ്യുകയും തപസ് ചെയ്യുകയൊക്കെ ചെയ്ത് അതിൻ്റെ അനന്തരഫലമായിട്ട് ജ്ഞാനോദയമുണ്ടായി, ബോധോദയമുണ്ടായി. 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനുണ്ടായ അനുഭവം തന്നെ ഗുരുവിനുണ്ടായി. അത് ഗുരു പലയിടത്തും പറയുന്നുണ്ട് തനിക്ക് അനുഭവം ഉണ്ടായതായിട്ട്. ആ അനുഭവമാണ് ഗുരു പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അതിന് ക്ഷേത്രങ്ങളൊക്കെ ഒരു നിമിത്തം മാത്രമായിരുന്നു. ക്ഷേത്രമൊന്നും ഗുരുവിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. ക്ഷേത്രം എന്നത് മനുഷ്യനെ നവീകരിക്കാനും നന്മയുള്ളതാക്കാനും വിശുദ്ധീകരിക്കാനും ഒരു ഇടം മാത്രമായിരുന്നു. പക്ഷെ ശിക്ഷണമായിരുന്നു ഗുരുവിൻ്റെ രീതി. ആ ശിക്ഷണത്തിലൂടെയാണ് ഗുരു സമൂഹത്തിൽ മാറ്റം വരുത്തിയത്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആത്മോപദേശ ശതകം, ദർശനമാല, ബ്രഹ്മവിദ്യാപഞ്ചകം, അറിവ്, വേദാന്ത സൂത്രം, ഇത്തരം കൃതികളൊക്കെ ശുദ്ധ അദ്വൈത ദർശനങ്ങളാണ്. അത് പഠിക്കാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് ഗുരുവിലേക്ക് പൂർണ്ണതയോടെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. അതുവരെ ശ്രീനാരായണ ഗുരു ഇന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു തരത്തിൽ ഒരു നേതാവ്, ഒരു പരിഷ്കർത്താവ്, ഒരു ദൈവം എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ കഴിയുള്ളൂ. ഗുരു എന്ന പൂർണ്ണാർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങ് ഗുരുദേവൻ്റെ 1-2 കൃതികൾ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ സ്വാധീനിച്ച ഗുരുദേവൻ്റെ ഏതെങ്കിലും ഒരു കൃതി വേണ്ടി പറയാമോ? എന്നെ സ്വാധീനിച്ച ഒരു കൃതി പറയുക എന്നതിനേക്കാൾ ഉപരി എല്ലാ കൃതികളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കൃതി മാത്രം പറയുമ്പോൾ ഞാനത് ആത്മോപദേശ ശതകം പറയുള്ളൂ. ആത്മോപദേശ ശതകം ഒരു സമഗ്ര ജീവിത ദർശനത്തിൻ്റെ അവതരണമാണത്. അതിൽ അധ്യാത്മമായിട്ടുള്ള ആഴമുള്ള അനുഭൂതികളുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ട രീതികളുണ്ട്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഇതിൽ 2 തരം വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുന്നു ഗുരു. ഒരാൾ കൃപാലുവായൊരു വ്യക്തി, ഒരാൾ കൃപണനായിട്ടുള്ള വ്യക്തി. കൃപണൻ എന്ന വാക്കിന് സ്വാർത്ഥൻ എന്നാണ് അർത്ഥം. അപ്പോൾ സമൂഹത്തിൽ ഒരാൾ കൃപാലുവാകുന്നതാണ് ഒരർത്ഥത്തിൽ വലിയ ഒരു മാറ്റം. കൃപാലുത്വം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആത്മബോധത്തിലൂടെ വരുള്ളൂ. കൃപാലുത്വം എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഇത് ഗുരു വേറൊരു കൃതിയിൽ പറയുന്നതാണ്. ഒരു ജീവിയെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നത്? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ആളുകൾക്ക് ആത്മബോധമില്ലാത്തത് കൊണ്ടാണ് മറ്റ് ജീവികളെ ഉപദ്രവിക്കുന്നത്, മനുഷ്യർ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ അദ്വൈതത്തിൽ അനുകമ്പയും ജീവകാരുണ്യവും നനവും നന്മയൊക്കെ ഉണ്ട്. അത് മനുഷ്യപ്പറ്റില്ലാത്ത വേദാന്തമായിരുന്നില്ല. വേദാന്തത്തെ മനുഷ്യപ്പറ്റില്ലാത്തതാക്കി മാറ്റിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ ഗുരുവിന് ശേഷം അദ്വൈത ദർശനം കൂടുതൽ ആർദ്രവും കൂടുതൽ അനുകമ്പാമയവുമായിട്ട് മാറിയിട്ടുണ്ട്. ഗുരു തന്നെയാണ് അനുകമ്പാദശകവും ജീവകാരുണ്യ പഞ്ചകവും അഹിംസയും ഒക്കെ എഴുതിയിട്ടുള്ളത്. അത് അദ്വൈതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരേ സമയം അറിവും അനുകമ്പയും ചേർന്ന ഒരു മഹാത്മാവാണ് ഗുരു. ഇത് രണ്ടും ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അതിൽ ആത്മോപദേശ ശതകം അർത്ഥത്തിൽ നമ്മളെ കൂടുതൽ അവബോധമുള്ളവനാക്കി മാറ്റുന്ന, അറിവുള്ളവനാക്കി മാറ്റുന്ന ഒരു കൃതിയാണ്. അതിൽ പല ശ്ലോകങ്ങളും നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ അനുഭൂതിയുടെ സാന്ദ്രത നിറഞ്ഞിട്ടുള്ള ചില ശ്ലോകങ്ങൾ ഉണ്ട്. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവത് പോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. ഉള്ളിലുണ്ടായ ഒരു അനുഭൂതി വിശേഷത്തെ പങ്കുവയ്ക്കുന്നതാണ്. ഒരു 10,000 സൂര്യന്മാരുദിച്ചിരുന്ന പോലെ അകത്ത് നിന്ന് വിവേകവൃത്തി, നമ്മുടെ തന്നെ അജ്ഞാനമായ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ആദിസൂര്യനാണ് ഈ 10,000 സൂര്യന്മാരുടെ പ്രകാശമുള്ള സൂര്യൻ എന്ന് പറയുകയാണ്.
അത് ഉപനിഷത്തിൻ്റെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഉപനിഷത്ത് സംസ്കാരത്തിലാണ് ഋഷിമാരിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വിളിച്ചു പറയുന്നുള്ളൂ. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്താത്. ഇരുട്ടിനപ്പുറത്തുള്ള തമസ്സിനെ പ്രോജ്വലിപ്പിക്കുന്ന സൂര്യനാണ് എന്ന് ഞാൻ കണ്ടു, അറിഞ്ഞു എന്ന് വേദഋഷി വിളിച്ചു പറയുന്നത് പോലെ തന്നെ ഗുരുദേവൻ അത് കൃതികളിലൂടെ മനോഹര വാങ്മയമായിട്ടത് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മോപദേശ ശതകമാണ് എന്നെ കൂടുതൽ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുദേവ കൃതി. സ്വാമിജി, ആരാണ് സന്യാസി? എന്തിനാണ് സന്യാസം? ആരാണ് സന്യാസി? എന്തിന് സന്യാസം? സന്യാസി എന്ന വാക്കിൻ്റെ അർത്ഥം സമ്യക്കായി നസിച്ചവൻ, ത്യജിച്ചവൻ എന്നാണ് അർത്ഥം. നമ്മൾക്ക് എന്താ ത്യജിക്കാനുള്ളത് എന്ന് ചോദിക്കും ഓരോരുത്തർക്കും. നാം നമ്മളുടേതാണെന്ന് കരുതുന്നതിനെയൊക്കെ നമ്മളുടേതല്ലാതാക്കുന്നതാണ് ത്യാഗം. നമ്മളുടേതാണെന്ന് കരുതുന്ന ശരീരം, നമ്മളുടേതാണെന്ന് കരുതുന്ന മനസ്സ്, നമ്മളുടേതാണെന്ന് കരുതുന്ന ബുദ്ധി, അഹങ്കാരം, ഇതൊന്നും നമ്മളുടേതല്ല. സൂക്ഷ്മ വിശകലനത്തിൽ നമ്മളുടേതല്ലതൊന്നും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലും ഇരിക്കുന്ന ഒരു സവിശേഷതയാണ് ഇതെല്ലാം. ശരീരം എല്ലാ ജീവികൾക്കുണ്ട്. അത് പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനൊക്കെ ഞാൻ എൻ്റേതെന്ന് പറയുന്നത് ആണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അജ്ഞാനത്തിൻ്റെ ഉപേക്ഷയാണ് ശരിക്കും സന്യാസം. എന്തിനാണ് സന്യസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിന് കാലങ്ങളിലൂടെ പരിണാമം ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യൻ വരെ എത്തി നിൽക്കുന്ന ജീവജാലങ്ങളൊക്കെ കേവലം ഭക്ഷണത്തിലും അല്ലെങ്കിൽ ഇണകളിലും അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിലൊക്കെയാണ് ഊന്നി നിൽക്കുന്നത്. എന്നാൽ മനുഷ്യനിലെത്തിയതിന് ശേഷം മനുഷ്യനുണ്ടായിട്ടുള്ള മനുഷ്യന് പിന്നെ ജൈവിക പരിണാമമല്ല ഉണ്ടാകുന്നത്. മനുഷ്യന് ശേഷം ഒരു ജീവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. മനുഷ്യൻ വരെ ജൈവിക പരിണാമവും, മനുഷ്യനിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ ഉണ്ടാകുന്നത് ധൈഷണിക പരിണാമവുമാണ്. ഈ ധൈഷണികം എന്ന് പറഞ്ഞ ബോധപരിണാമമാണ്. ഈ ബോധം ആത്മബോധത്തിലേക്ക് വികസിക്കുന്നിടത്ത് മാത്രമാണ് മനുഷ്യൻ്റെ പൂർണ്ണത ഉണ്ടാകുള്ളൂ. അപ്പം അതുകൊണ്ട് സന്യാസം ജീവിതത്തിൻ്റെ പൂർണ്ണതയെ തേടലാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തോന്നലാണ് എന്തോ അപൂർണമാണ് ഞാനെന്ന്. ഈ അപൂർണതാ ബോധം നമ്മൾ നിരന്തരം അന്വേഷിയാക്കി മാറ്റും. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ അപൂർണതയെ പൂരിപ്പിക്കാനായിട്ട് ഭൗതിക ലോകത്തു നിന്ന് വസ്തുക്കൾ സ്വന്തമാക്കുകയും കൈക്കലാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് സമ്പത്തുണ്ടായാൽ എനിക്ക് പൂർണ്ണനാകുമെന്ന് തോന്നും. അതുപോലെ സുരക്ഷിതത്വം ഉണ്ടായാൽ പൂർണ്ണനാകുമെന്നൊക്കെ തോന്നും. പക്ഷെ ആത്യന്തികമായി എത്ര സമ്പത്ത് ആർജിച്ചാലും നമുക്കൊരു അപൂർണതാബോധമുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഈ ബാഹ്യമായ നേടിയ നേട്ടങ്ങളെ സംത്യജിക്കുന്നു. അതില്ലാതെ തന്നെ എനിക്ക് എൻ്റെ പൂർണ്ണതയെ കണ്ടെത്തണം. അങ്ങനെയാണ് സന്യാസത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരാൾ കണ്ടു തുടങ്ങുന്നത്. സന്യാസത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്ന്, ഒരാൾ വീടുപേക്ഷിക്കുന്നു, സമ്പത്ത് ഉപേക്ഷിക്കുന്നു, അംഗീകാരങ്ങൾ ഉപേക്ഷിക്കുന്നു, നാടുപേക്ഷിക്കുന്നു, നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വകാര്യ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈ ഉപേക്ഷിക്കൽ സന്യാസത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്, സന്യാസമല്ലത്. സന്യാസം എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ടെത്തി ആത്മാവായിത്തീരുന്നതാണ് സന്യാസം. ആത്മസാക്ഷാത്കാരമാണ് സന്യാസം. അല്ലാതെ സന്യാസത്തിന് ബാഹ്യ ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ സന്യാസി എന്ന് പറയാൻ പറ്റില്ല. സന്യാസികളാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരായിരിക്കാം അവർ, സന്യാസിയല്ല. സന്യാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് അവനിൽ തന്നെ അവൻ്റെ ഞാൻ ഭാവം കൊഴിഞ്ഞു പോവുകയും ആത്മഭാവം വികസിക്കുകയും ചെയ്യും. അപ്പോൾ ആ സന്യാസിയാണ്. അവൻ വസ്ത്രമിട്ടില്ലെങ്കിൽ സന്യാസിയാണ്. അവൻ കമണ്ടലൊന്നും ധരിച്ചില്ലെങ്കിൽ സന്യാസിയാണ് അവൻ. അപ്പോൾ വസ്ത്രമൊക്കെ ഒരു സുരക്ഷയുടെ സെക്യൂരിറ്റി ആണ് ആളുകൾക്ക് ഇപ്പോഴൊക്കെ. എന്തുകൊണ്ട് വസ്ത്രം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസുകാരന് നാരായണഗുരു പറയുമായിരുന്നു, പോലീസുകാരന് അവൻ്റെ യൂണിഫോം
ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിച്ചറിയാം അതൊരു പോലീസുകാരനാണ് എന്ന്. അതുപോലെ ഇങ്ങനൊരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവൻ സന്യാസിയാവുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ്, നടക്കുന്ന ആളാണ്, അവനെ പോയി കെണിയിൽപ്പെടുത്തണ്ട, അവനെ വെറുതെ വിട്ടേക്കാം എന്നൊരു നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. അല്ലാതെ ഈ വസ്ത്രങ്ങളോ അതുപോലെ ആശ്രമങ്ങളോ ഒന്നും സന്യാസത്തിൻ്റെ ലക്ഷണങ്ങളല്ല. സന്യാസം എന്നത് ഉയർന്ന ഒരു തലമാണ്. സന്യാസം എന്ന ഭാവം വളർന്നു വരേണ്ടതാണ് കാലക്രമത്തിൽ. നമ്മളിൽ നിന്ന് നമ്മുടെ അജ്ഞാനം കൊഴിഞ്ഞു പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അന്ത്യമാണത്, ഒരു ക്ലൈമാക്സ് ആണത്. ആ അർത്ഥത്തിലാണ് സന്യാസത്തെ എടുക്കേണ്ടത്. അത് അനിവാര്യവുമാണ് മനുഷ്യന്. സ്വാമിജി, അദ്വൈതവും അദ്വൈതവാദവും രണ്ടാണോ? തീർച്ചയായും അദ്വൈതവും അദ്വൈതവാദവും രണ്ട് തന്നെയാണ്. അദ്വൈതം ഒരു ദർശനമാണ്. അദ്വൈതവാദം ആ ദർശനത്തെ സ്ഥാപിക്കാൻ നമ്മൾ നടത്തുന്ന പരാക്രമമാണ്. അദ്വൈതവാദം ഒരിക്കലും അദ്വൈത സംസ്ഥാപനത്തിന് സഹായിക്കില്ല. കാരണം വാദത്തിൽ ഒരു വലിയ പരിശ്രമമുണ്ട്. വാദിക്കുന്ന സമയത്ത് വാദം വേറൊരാളിലെ വാദത്തെ നിരാകരിക്കാനാണ്. ഒരു അദ്വൈതി വാദിക്കാറില്ല ഒരിക്കലും. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വിഖ്യാതമായ വചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അദ്വൈതം അറിയാനും അറിയിക്കുവാനാണ്. അറിയാൻ വിനയം വേണം, അറിയിക്കാൻ അനുകമ്പ വേണം. ഒരു മനുഷ്യനോട് നമുക്ക് അദ്വൈതം പറയാനുള്ളതല്ല, അദ്വൈതം ജീവിക്കാനുള്ളതാണ്. വിശന്നു വരുന്ന ഒരാൾക്ക് അന്നമാണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നതും ചെയ്യുന്നതുമാണ് അദ്വൈതം. എന്നാൽ ജ്ഞാനം തേടി വരുന്ന ഒരാൾക്ക് ജ്ഞാനവചസ്സുകൾ പകർന്നു കൊടുക്കുന്ന അദ്വൈതം തന്നെ. അദ്വൈതം ജീവിതമാണ്. മറ്റേത് എന്ന് പറയുന്നത് വാങ്മയമാണ്, വെറും വാചാടോപമാണ്. വാദം എന്ന് പറയുമ്പോൾ ഒരാൾ പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയപ്പെടുന്ന വ്യക്തിക്ക് വേദനയുണ്ട്. ജയിക്കുന്നതിന് അഹങ്കാരത്തിൻ്റെ വിജൃംഭണവുമുണ്ട്. അപ്പോൾ വാദം അദ്വൈതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോഴാണ് അദ്വൈതം ഒരു ദർശനമായിട്ട് പ്രകാശിക്കുള്ളൂ. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതവാദിയല്ല ഗുരു അദ്വൈതിയാണ്. ഗുരു ഒരിക്കലും അദ്വൈതത്തെ ഒരു ചിന്താപദ്ധതിയാക്കിയിട്ട് ആളുകളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ആരെയും. എത്ര വലിയ ആൾ വന്നാലും ഗുരു ഒരിക്കലും തൻ്റെ ദർശനമൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല. അവരോട് കുശലം ചോദിക്കും. കുശലം ചോദിക്കുന്നതിനിടയിൽ അവരുടെ അന്വേഷണത്തിനനുസരിച്ചിട്ടുള്ള മറുപടികൾ കൊടുക്കും. ആ മറുപടികളിൽ ഈ അദ്വൈതം ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ശ്രീനാരായണ ഗുരു ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും നനവുള്ള അദ്വൈതിയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് വന്നിരുന്ന മനുഷ്യരെല്ലാവരും അവർ പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട്. ഗുരുവിനെ തോൽപ്പിക്കാൻ വന്നവരൊക്കെ സ്വയം തോറ്റുപോയിട്ടുണ്ട്, ഒന്നും ഗുരുമിണ്ടാതെ, ഒന്നും സംസാരിക്കാതെ തന്നെ. അപ്പോൾ അദ്വൈതത്തിൽ ഒരിക്കലും അദ്വൈതം എന്നത് ഒരു ദർശനമാണ്. അത് ആ ദർശനം അനുഭവിക്കാനുള്ളതാണ്. അത് അനുഭവിച്ചാൽ പകർന്നു നൽകാനുള്ളതാണ്. ഒരിക്കലും വേറൊരാളെ പരാജയപ്പെടുത്താനോ തോൽപ്പിക്കാനുള്ളതല്ല. അത്രയാണ് അതിൻ്റെ ഒരു സൃഷ്ടിക്കുന്ന മൗനമാണോ? മൗനത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതൊരു വൈരുദ്ധ്യമാണ് അതൊന്ന് അങ്ങനെ പറയുന്നത്. നിശബ്ദതയെ സൃഷ്ടിക്കാം, മൗനത്തെ സൃഷ്ടിക്കാൻ വളരെ അസാധ്യമാണത്. മൗനം എന്നതിന് നിശബ്ദത എന്നർത്ഥം ചിലർ കൊടുക്കാറുണ്ട്. ശബ്ദത്തിൻ്റെ രാഹിത്യമാണ് നിശബ്ദത. ശബ്ദമില്ലാതാക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ മൗനം എന്നത് കൂടുതൽ ഗൂഢാർത്ഥമുള്ളതാണ്. അതിന് എപ്പോൾ മനസ്സ് ശമിക്കുന്നുവോ അപ്പോഴാണ് മൗനം ഉണ്ടാകുന്നത്. മനസ്സ് എവിടെ വിജൃംഭിക്കുന്നുവോ അപ്പോൾ ശബ്ദം ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ഈ ആന്തരിക ശബ്ദം അനുഭവപ്പെടുന്നത് മനസ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സ് എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ നിശബ്ദമായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അടക്കാൻ കഴിയുന്നിടത്താണ് ഒരാൾക്ക് മൗനം ഉണ്ടാകുന്നത്. ഒരർത്ഥത്തിൽ മൗനം എന്നത് ആത്മാവിൻ്റെ തനത് സ്വഭാവമാണ്. ആത്മനിഷ്ഠനായ ഒരു യോഗിയുടെ നിലയാണ് മൗനം. ആ മൗനം നമുക്ക് അന്വേഷണത്തിൻ്റെ അന്ത്യത്തിൽ എത്തിച്ചേരേണ്ടതാണ്.
നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ട് മൗനിയാകില്ല. എന്നാൽ മൗനി ആയ ഒരാൾ മിണ്ടിയത് കൊണ്ട് മൗനിയല്ലാതാകുന്നില്ല. അതുകൊണ്ട് ആ മൗനം എന്നത് ആത്മാവിൻ്റെ നിലയാണ്. ആത്മനിഷ്ഠനായ ഒരാൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ആത്മനിഷ്ഠയിലൊരു ഭംഗവും വരുന്നില്ല. മൗനം നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യവും മോക്ഷവും സന്യാസവുമാണത്, അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ. ആത്മീയതയുടെ സൗന്ദര്യം നുണയണമെങ്കിൽ ആത്മീയതയുടെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പുറത്തെ ആ തിളക്കമാർന്ന പൊതി അഴിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി അതിനെ രുചിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാദ് അറിയുന്നത്. ആ സ്വാദ് അറിയാൻ ആ അന്വേഷണ ബുദ്ധിയാണ് നമ്മൾ സാധകർക്ക് ആദ്യം വേണ്ടത്. ആ ചോദ്യം ഉള്ളിൽ വരുമ്പോൾ, അന്വേഷണ ബുദ്ധി വരുമ്പോൾ, നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്ന ആ ഗുരു നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കും. ഗുരുവിനോടുള്ള ആ ഒരു ആകർഷണം, അതാണ് നമ്മളെ ആദ്യം ഈ അന്വേഷണത്തിൻ്റെ രുചി അറിയാൻ പഠിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ സാമീപ്യത്തിൽ ഇരിക്കാൻ പഠിക്കുമ്പോൾ മൗനമായി ഇരിക്കുക എന്നുള്ളതാണ് ആ അറിവ്, ഗുരുവിൻ്റെ അറിവ് നമ്മളിലേക്ക് പകർന്നു തരാൻ അപ്പോഴേ ഗുരുവിന് സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോൾ മൗനമായിട്ടിരിക്കുന്നു. അതിനാദ്യം വേണ്ടത് നമുക്ക് ഒരു ശ്രദ്ധ, ഗുരുവിലേക്കൊരു ശ്രദ്ധ ആദ്യം നമ്മൾ കൊടുക്കണം. എന്താണ് ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത്? ഗുരു നമ്മളിലേക്ക് ചൂണ്ടുന്നത് എന്തിനെയാണ്? നമ്മുടെ അഹത്തെയാണ് ഗുരു ചൂണ്ടുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ സമീപത്ത് ശാന്തമായി മൗനമായിട്ടിരിക്കാൻ സാധിക്കും. മുക്താനന്ദജിയുടെ ജീവിതം നോക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിയോഗം പോലെ, ഈശ്വരൻ്റെ ഒരു നിയോഗം പോലെ ഗുരു നിത്യചൈതന്യ യതിയെ പരിചയപ്പെടാൻ സാധിച്ചത്. ആ ഒരു നിത്യചൈതന്യ ആയിട്ട് നിൽക്കുന്ന ആ ഗുരുവിനെ ലഭിച്ചപ്പോൾ ആ അന്വേഷണത്തിനൊരു പൂർണ്ണത വരികയാണ് ചെയ്തത്. തൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനുള്ള ഒരു ബോധ്യപ്പെടലാണ് അവിടെ സംഭവിച്ചത്. പിന്നെ സ്വാമിജിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മൾ ഈ സത്സംഗത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഗുരുവിനോടൊപ്പം സഞ്ചരിക്കാൻ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി, ആ ഉറപ്പോടുകൂടി സഞ്ചരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നമുക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വാമിജിയെ നമുക്ക് ഈ സത്സംഗത്തിന് കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. സ്വാമിജി, നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? സാധകരായിട്ടുള്ള എല്ലാവരും സാധന നൈരന്തര്യത്തോടു കൂടി കൊണ്ടുപോകണം. എവിടെയെങ്കിലും സാധനയ്ക്ക് നൈരന്തര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യതിചലനങ്ങളുണ്ടാവുകയും അവൻ്റെ അന്വേഷണത്തിൻ്റെ പാതയിൽ പിൻഗമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നൈരന്തര്യമുള്ള അന്വേഷണവും തീവ്രമായ ആത്മസാക്ഷാത്കാര അഭിവാഞ്ചയും ഉള്ളൊരു വ്യക്തിക്ക് ആത്മബോധ്യം വരികയും ആത്മാവിൽ സ്വതന്ത്രനായിട്ട് തീരുകയും ചെയ്യും. ജീവിതം ആത്മാവിലിരിക്കുമ്പോൾ മാത്രമാണ് ആനന്ദത്തിൽ ഇരിക്കുന്നുള്ളൂ. വിഷയത്തിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് തുച്ഛമായ സുഖങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാന്വേഷികളായിട്ട് തീരുക, ആത്മനിഷ്ഠരായിട്ട് തീരുക, ആത്മാനന്ദം അനുഭവിക്കുക. ഇതാണ് മാനവരാശിയുടെ ആവശ്യകത. മനുഷ്യൻ്റെ പരിണാമം അവിടെയാണ് നമുക്ക് പൂർണ്ണത കണ്ടെത്താൻ കഴിയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം.